ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ ചാപ്പൽ സർവീസ് ഒക്കെ നടത്തപ്പെടുവാനിടയായി തീർന്നു. അതിൽ ജോയിൻ ചെയ്ത എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. കർത്താവിന്റെ ദാസൻ ഷാജൻ പാറക്കടവിലാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. നമ്മുടെ പ്രിയ ഡോക്ടർ സാക് വർഗീസിന് ഇന്ന് ഒരു ഹോസ്പിറ്റൽ അപ്പോയിന്റ്മെന്റ് ഉള്ളത് കൊണ്ടാണ് ഇപ്രകാരം ഒരു ചെറിയ ചേഞ്ച് ഉണ്ടായത്. ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ഇന്ന് രാത്രിയിൽ ക്ലാസ്സിലേക്ക് കടക്കാം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷാജൻ പാറക്കടവിലിനെ ദൈവം ഇന്ന് രാത്രിയിലും ശക്തമായി ഉപയോഗിപ്പാൻ ദൈവം സഹായിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹം അനുഗ്രഹിക്കപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകനാണ്. നിങ്ങളെല്ലാവരും ഇന്ന് രാവിലെ ഡോക്ടർ KC ജോണിന്റെ ഇന്റർവ്യൂ ഒക്കെ കണ്ടു കാണും എന്ന് വിശ്വസിക്കുന്നു. വളരെ അനുഗ്രഹീതനായ ഒരു മാധ്യമ പ്രവർത്തകനാണ്. ദൈവം തന്നെ സഹായിക്കട്ടെ. ഞങ്ങൾക്ക് അനേക വർഷങ്ങളായി ഇതുപോലുള്ള പ്രോഗ്രാം ഒക്കെ ചെയ്യുവാൻ, അനേക ഇന്റർവ്യൂകൾ, അനേക ദൈവദാസന്മാരെ അനേക പ്രവർത്തനങ്ങളിലൊക്കെ ഒരുമിച്ച് പ്രവർത്തിപ്പാൻ സഹായിച്ചിട്ടുണ്ട്. ദൈവം സഹായിക്കട്ടെ. ഇപ്പോൾ പാസ്റ്റർ ജോർജ് കുരുവിള ബ്രദർ പ്രാർത്ഥിച്ച് നമുക്ക് ആരംഭിക്കാം. ജോർജ് കുരുവിള പ്രാർത്ഥിച്ചാൽ. ജോയിൻ ചെയ്തിട്ടില്ലേ? ഞാൻ ജോയിൻ ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. സിസ്റ്റർ പൊന്ന പ്രാർത്ഥിക്കുമോ? സിസ്റ്റർ പൊന്ന പ്രാർത്ഥിച്ചാട്ടെ. അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കുമോ? കാണുന്നില്ലേ? എന്നാ പാസ്റ്റർ ജോയിക്കുട്ടി തന്നെ പ്രാർത്ഥിച്ചാട്ടെ. പാസ്റ്റർ ജോയിക്കുട്ടി പ്രാർത്ഥിച്ചാട്ടെ ഇന്നത്തെ ക്ലാസിന്റെ അനുഗ്രഹത്തിനായിട്ട്. അൺമ്യൂട്ട് ചെയ്യണേ. എന്നാൽ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആർക്കെങ്കിലും പ്രാർത്ഥിക്കാം. ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്തിട്ട് പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹമേറിയ കർത്താവേ, നല്ല സമയത്തിനായപ്പാ ഞങ്ങൾ നന്ദിയോട് കർത്താവേ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഞങ്ങളുടെ കർത്താവേ, ഹല്ലേലൂയ വൈകിട്ടത്തെ കർത്താവേ ബൈബിൾ ക്ലാസ്സിന് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേപ്പാ. ഇന്ന് രാത്രി കാലം കർത്താവെ ക്ലാസ്സിലൊക്കെ ദേവദാസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ അടിയങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം കർത്താവെ തന്റെ ദാസിനെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവമായ കർത്താവേ, ഹല്ലേലൂയ അവിടെ എവിടെങ്ങളായിരുന്ന കർത്താവെ ക്ലാസ് ജോയിൻ ചെയ്ത് എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമേ. കർത്താവെ ഇതിന്റെ മുന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദേവദാസന്മാരെയും കർത്താവെ സമയം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹല്ലേലൂയപ്പാ. ദൈവമായ കർത്താവെ ഞങ്ങൾ കർത്താവ് ബൈബിൾ ക്ലാസ് പഠിച്ച് കർത്താവെ അപ്പ അങ്ങയുടെ നാമത്തിന് അധികമായി പ്രയോജനപ്പെടുവാൻ തക്കണം കർത്താവ് ഞങ്ങൾ ഒരുക്കണമെന്ന് അപ്പസിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ. ഈ സമയം അവിടെ എവിടെ ആയിരിക്കുന്ന എല്ലാ ദേവദാസന്മാരെ ഞങ്ങൾ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിങ്ങളുടെ വലിയ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണം. പ്രാർത്ഥനയുടെ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം സഹായിക്കട്ടെ. പുതുതായി ഒത്തിരി പേർ ജോയിൻ ചെയ്യുന്നുണ്ട്. അവരെ എല്ലാം ഞങ്ങൾ അഗാപ്പ ബൈബിൾ കോളേജ് ഓൺലൈൻ ബൈബിൾ കോളേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ചുള്ള യാത്ര ഏവർക്കും അനുഗ്രഹമായി തീരേണ്ടതിനായി പ്രത്യേകാൽ പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ ഇവാഞ്ചലിസ്റ്റ് ഷാജൻ പാറക്കടവിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ പ്രിയമുള്ളവർക്കും ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസന്മാർ, പ്രിയ ലാലിച്ചാൻ, അതുപോലെ തന്നെ പാസ്റ്റർ ഷാജി കെ ദാനിയേൽ, എല്ലാവർക്കും സ്നേഹ വന്ദനം അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ സർവ്വസാധാരണയായി തിങ്കളാഴ്ചകളിൽ സാക്ഷാറാണുള്ള ക്ലാസ് എടുക്കുന്നത്. എന്നാൽ ഇന്ന് ഒരു ചെറിയ ചേഞ്ച്, അതിന്റെ കാരണം ഓർപ്പിച്ചല്ലോ. വെള്ളിയാഴ്ച അദ്ദേഹം ക്ലാസ് എടുക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുന്നു. എല്ലാവരും സന്തോഷകരമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സന്തോഷമുള്ളൊരു കർത്താവിനെ സ്തുതിക്കുമോ എന്ന് ഹല്ലേലൂയ പറയാമോ? എല്ലാവരും ഓണമൊക്കെ
ക്യാമ്പ് കൊണ്ടും മറ്റ് ആത്മീയ പ്രോഗ്രാമുകൾ കൊണ്ടും ആഘോഷിച്ചു എന്ന് പറയുന്നില്ല, നമ്മളത് ആ സമയം ചെലവഴിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലേ? വിദേശത്തുള്ള ആളുകളും സ്വദേശത്തുള്ള ആളുകളും ഒക്കെ എല്ലാവർക്കും ഈ അവധി ദിവസങ്ങൾ ക്യാമ്പുകളും മറ്റുമായിരുന്നല്ലോ. അത് ഭംഗിയായിട്ട് നിങ്ങളെല്ലാവരും ആ സമയം വിനിയോഗിക്കുവാൻ, കർത്താവിനെ ഉയർത്തുവാനുള്ള ഒരവസരം ആയിട്ട് വിനിയോഗിച്ചതിൽ ഞാൻ സന്തോഷം അറിയിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. പൗലൂസിന്റെ ദൈവശാസ്ത്ര ചിന്തകൾ, പൊളൈൻ തിയോളജി എന്ന വിഷയം, നമ്മൾ അതിൻ്റെ പ്രാരംഭ ഭാഗം കഴിഞ്ഞ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട ചിന്തകളിലേക്ക് പ്രവേശിക്കുകയുണ്ടായല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ദൈവം എന്നുള്ള പൗലൂസിന്റെ ചിന്താഗതികൾ എന്താണ്, ദൈവത്തെക്കുറിച്ചുള്ള തൻ്റെ അഭിപ്രായങ്ങൾ, തൻ്റെ തത്വങ്ങൾ, താൻ മുൻപോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്താണെന്ന് കൃത്യമായി ലേഖനങ്ങളിലൂടെ താൻ പങ്കുവെക്കുന്നത് എന്താണെന്നാണ് നമ്മൾ ഈ ക്ലാസ്സുകളിൽ ചിന്തിക്കുന്നത്. ദൈവം എന്ന സംജ്ഞ, ആ നാമത്തിന്, അഥവാ ദൈവം എന്ന കോൺസെപ്റ്റ്, പരിപ്രേക്ഷ്യം എന്ന് മലയാളം പറയും, കോൺസെപ്റ്റ്, അതിന് വ്യത്യസ്തമായ നിലവാരങ്ങളിലൂടെയാണ് ദൈവത്തെ നമ്മൾ പരിചയപ്പെടേണ്ടതും നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾക്ക് അധിഷ്ഠിതമായ ദൈവം എന്ന് പറയുന്ന നമ്മൾ വിശ്വസിക്കുന്ന അഥവാ സത്യദൈവത്തെ അറിയേണ്ടത് വ്യത്യസ്തമായ നിലവാരങ്ങളിലാണെന്ന് നിങ്ങൾക്ക് തിയോളജി പഠിക്കുന്ന നിങ്ങൾക്ക് ഞാൻ പറയേണ്ടതായിട്ടില്ല. കാരണം പ്രോപ്പർ തിയോളജിയിൽ കർത്താവനദാസൻ മാത്യു പി തോമസ് ഈ ദിവസങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചതിന്റെ ഒരു ഭാഗം അദ്ദേഹം പരാമർശിച്ച് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. ദൈവം ഏകൻ എന്ന മോണോത്തിസം ദൈവത്തെ സംബന്ധിച്ച് പൗരാണിക കാലം മുതൽ, അഥവാ പുരാതന കാലം മുതൽ ഉണ്ടായ വിശ്വാസം, ജനങ്ങൾക്കുള്ള വിശ്വാസം വ്യത്യസ്തമായ നിലയിലായിരുന്നു. ഏകദൈവ വിശ്വാസം, മോണോത്തിസം അഥവാ ഏകദൈവ വിശ്വാസത്തിൽ നിന്നും മാറി ഒരു ദൈവത്തെ കൊണ്ട് മാത്രം തൃപ്തിപ്പെടാൻ അവൻ ആഗ്രഹിക്കാതെ വന്നപ്പോൾ തന്നെക്കാൾ പ്രബലൻ എന്ന് തോന്നുകയും തന്നെക്കാൾ ശക്തൻ എന്ന് തോന്നുകയും തൻ്റെ പരിധിക്കും പരിമിതിക്കും അപ്പുറമായി ഒരു ശക്തി ഉണ്ട് എന്നുള്ള തിരിച്ചറിവിൽ ആ ശക്തികളെയൊക്കെ ദൈവമായി ആരാധിക്കാനുള്ള ഒരു പ്രേരണ പ്രായണ എല്ലാ മനുഷ്യരിലും ഉണ്ടായി. അങ്ങനെ ബഹുദൈവ പോളിത്തിസം എന്ന ബഹുദൈവ വിശ്വാസത്തിലേക്ക് മനുഷ്യൻ മാറും. മനുഷ്യന്റെ ചിന്തകളും ചിന്താധാരകളും മനുഷ്യൻ കുറച്ചുകൂടി വളർന്നു കഴിഞ്ഞപ്പോൾ സംഘടിതമായി നിന്ന മനുഷ്യൻ കുലം കുലമായിട്ടും കുടുംബം കുടുംബമായിട്ടും ജാതീയപരമായിട്ടും വർഗപരമായിട്ടും ഏത് ദേശത്ത് താമസിക്കുന്നു ദേശത്തിന്റെ അടിസ്ഥാനത്തിലും താമസിക്കുന്ന ഇടങ്ങളുടെ അടിസ്ഥാനത്തിലുമൊക്കെ അവർ ഓരോരോ കുലങ്ങളായി മാറുന്നതിന്റെ ഫലമായി ഹെനോത്തിസം അഥവാ കുലദൈവ വിശ്വാസം അവരിൽ രൂപപ്പെടുവാൻ ഇടയായി. ഓരോ ജാതിക്കും ഓരോ വർഗത്തിനും പ്രത്യേകം ദൈവങ്ങൾ ഉണ്ടാകണം എന്ന ഒരു വലിയ ചിന്ത അവരിൽ ഭരിച്ചു. അങ്ങനെ കുലദൈവ വിശ്വാസവും ഉടലെടുത്തു. വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല, അത് നിങ്ങൾ തിയോളജിയിൽ വിശദമായിട്ട് പഠിക്കുമല്ലോ. എന്നാൽ പൗലൂസ് മുൻപോട്ട് വെക്കുന്ന തൻ്റെ ദൈവശാസ്ത്ര ചിന്തകൾ എന്തൊക്കെ, ദൈവം എന്ന് പറയുന്ന ആ തൻ്റെ കാഴ്ചപ്പാടിൽ എന്താണ് താൻ അറിഞ്ഞത്, താൻ പറയുന്നത്? ഒന്ന്, നമ്മൾ ചിന്തിച്ചത് ദൈവം ഏകനാണ് എന്നുള്ളതാണ്. ദൈവൻ ഏകനാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ചിന്തയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്, ദൈവം സൃഷ്ടാവാണ് എന്ന തൻ്റെ ചിന്ത. എളുപ്പത്തിന് പോയിന്റ് ആയിട്ട് ഞാൻ പറഞ്ഞു പോകാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുട് നോട്ട് എഴുതാം, ഇല്ല എങ്കിൽ നോട്ട് ഞാൻ തരുന്നതായിരിക്കും. റോമാലേഖനം 1-ാം അധ്യായം 25-ാം വാക്യം, അതുപോലെ തന്നെ 1 കൊരിന്തി 8:5. റോമാലേഖനം 1-ാം അധ്യായം 25-ാം വാക്യം, 1 കൊരിന്തി 8:5. ഈ വാക്യങ്ങളിലൂടെ പൗലൂസ് മുൻപോട്ട് വെക്കുന്ന പ്രബലമായ ഏറ്റവും പ്രസക്തമായ ആശയം, ദൈവം ഏകനായ ദൈവം സകലത്തിൻ്റെയും സൃഷ്ടാവും ഉടയവനുമാണ് എന്ന് പൗലൂസ് വിശ്വസിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നു. സർവചരാചരങ്ങളെയും സൃഷ്ടിക്കുവാനും അതിനെ നയിക്കുവാനും അതിൻ്റെ ഉടമസ്ഥാവകാശം പരിപൂർണമായി
സുരക്ഷിതമായി കൈവശമാക്കുവാനും കഴിയുന്ന ഏകനായ വ്യക്തി, അഥവാ ഏക വ്യക്തി വൈഭവം, അത് ദൈവമാണെന്ന് പൗലോസ് ഈ വാക്യങ്ങളിലൂടെ താൻ പറയുക. തന്റെ ഒന്നാമത്തെ ദൈവത്തിന് സൃഷ്ടാവെന്ന തന്റെ പഠിപ്പിക്കലിൽ താൻ ഒന്നാമതായി പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവം സകലത്തിൻ്റെയും സൃഷ്ടാവാണ് എന്ന് പറഞ്ഞാൽ, ഉണ്ടാകട്ടെ എന്നുള്ള ഉച്ചാരണത്താൽ ഉലകം മുഴുവൻ സൃഷ്ടിച്ച ദൈവം സകലത്തെയും ഒന്നിനെയും സൃഷ്ടിക്കാതിരുന്നില്ല. സകലത്തെയും ദൈവത്താൽ ഉളവായി എന്ന് മാത്രമല്ല, ഉളവായതെല്ലാം അതിന്റെ ഉടമസ്ഥാവകാശം തന്നിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്നു എന്നും പൗലോസ് ഇവിടെ തന്റെ ചിന്തയിലൂടെ പറയാൻ ആഗ്രഹിക്കുക. ഇനി 1 കൊരിന്തി 8-ാം അധ്യായം 6-ാം വാക്യം, കൊലോസ്യ ലേഖനം 1:15 മുതൽ 17 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ, 1 കൊരിന്തി 8:6, കൊലോസ്യ ലേഖനം 1:15 മുതൽ 16 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ ദൈവത്തിന്റെ സർവാധികാരത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ദൈവം സൃഷ്ടാവാണ്, ഏകനായ ദൈവം സൃഷ്ടാവാണ്, ദൈവം ഉടയവനാണ് എന്ന് പറയുമ്പോൾ തന്നെ താൻ മുഖാന്തരം സകലവും ഉളവായി എന്ന് പറയുമ്പോൾ തൻ്റെ പരമാധികാരത്തെ താൻ അവിടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദി എന്ന് പറയുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ആരംഭം, ദൈവം തന്റെ നിത്യതയിൽ, പൂർവകാല നിത്യതയിൽ ദൈവം തന്റെ പ്രവൃത്തി ആരംഭിക്കുവാൻ വേണ്ടി തെരഞ്ഞെടുത്ത ഒരു certain പോയിന്റ് ഉണ്ട്. ഹി സെലക്ടഡ് എ certain പോയിന്റ്. താൻ അതിനുവേണ്ടി കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം, അല്ലെങ്കിൽ അതിനുവേണ്ടി തെരഞ്ഞെടുത്ത ആ പ്രത്യേക സമയം, അതിനാണ് ദൈവശാസ്ത്രജ്ഞർ ആദി എന്ന്, ഇൻ ദ ബിഗിനിങ് എന്ന് പറയുക. എന്നാൽ ദൈവത്തിന്റെ ആദിയല്ല, മറിച്ച് ദൈവം എന്ന് പറയുന്ന സ്വയം ആരാലും സൃഷ്ടിക്കപ്പെടാത്ത, ആരാലും നിർമ്മിക്കപ്പെടാത്ത, ആർക്കും ഉളവാക്കാൻ കഴിയാത്ത, സ്വയമേവ ഉളവായ ദൈവം തന്റെ പ്രവൃത്തിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ഒരു സമയം, അതിനാണ് ഇൻ ദ ബിഗിനിങ്. പൂർവകാല നിത്യതയിൽ ദൈവം തന്റെ പ്രവൃത്തിക്ക് വേണ്ടി കണ്ടെത്തിയ ഒരു certain എന്ന് പറഞ്ഞാൽ ഉണ്ടാകട്ടെ എന്നുള്ള ഉച്ചാരണത്തിലൂടി ഉലകം സൃഷ്ടിക്കാൻ, അല്ലെങ്കിൽ തന്റെ പ്രവൃത്തി, സൃഷ്ടിയുടെ കർമ്മം ആരംഭിക്കുന്ന ഒരു പ്രത്യേക സമയം. അതിനാണ് അവിടെ മുതൽ അങ്ങോട്ട് സമയമുണ്ടാകുന്നു, കാലങ്ങൾ ഉണ്ടാകുന്നു, ഋതുക്കൾ മാറി മാറി വരുന്നു. പിന്നെ അങ്ങനെ ഈ ഭൂമി, അഥവാ താൻ വാഴാൻ വേണ്ടി മനുഷ്യന് വേണ്ടി നിയമിച്ച് ആക്കിയ ഭൂമിയിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. അവിടെയാണ് നമ്മൾ ആദി എന്ന് പറയുക. ശ്രദ്ധിച്ചേ, ഞാൻ പറഞ്ഞു വരുന്നത് ഇതിന്റെ എല്ലാം പരമാധികാരം ദൈവത്തിലാണെന്ന് വെളിപ്പെടുത്താൻ ദൈവം എന്ത് ചെയ്യുന്നു? ഈ ഭാഗം പൗലോസ് ഉപയോഗിക്കുകയാണ്. ഇനി ശ്രദ്ധിക്കണം, ഇത് നമുക്കറിയാമല്ലോ, ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസങ്ങൾ പലതായതുകൊണ്ടും വൈവിധ്യമാർന്ന വിശ്വാസങ്ങളുടെ ഏകീകരണമാണ് മനുഷ്യൻ എന്ന് പറയുക. ഒന്നുകൂടി പറയാം, വൈവിധ്യമാർന്ന വ്യത്യസ്തമായ ആശയങ്ങളുടെയും ചിന്തകളുടെയും അതുപോലെ തന്നെ വിശ്വാസങ്ങളുടെയും പ്രവൃത്തിയുടെയും ഒക്കെ ഒരു സങ്കര സംസ്കാരമുള്ളവനാണ് മനുഷ്യൻ എന്ന് പറയുക. പ്രത്യേകിച്ച് ഒരിക്കലും സംയോജിപ്പാൻ സാധ്യമല്ലാതിരുന്ന രണ്ട് വസ്തുമേൽ അവസ്ഥാവിശേഷത്തിന്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റ്, അതിന്റെ അവസാന ഒരു പ്രതിഫലനമാണ് മനുഷ്യൻ എന്ന് പറയുക. വിണ്ണിന്റെ സത്തയായിരിക്കുന്ന ജീവശ്വാസവും മണ്ണിന്റെ സത്തയായിരിക്കുന്ന, ഈ ഭൂമിയുടെ സത്തയായിരിക്കുന്ന മണ്ണും കൂടി ഒന്നിക്കുമ്പോൾ മനുഷ്യൻ ഉണ്ടാകുന്നതായിട്ട് നമുക്കറിയാം. അപ്പോൾ ശ്രദ്ധിക്കുക, എപ്പോഴും ഉണ്ടാക്കപ്പെടുന്ന വസ്തു എന്തിന് ഉണ്ടാക്കപ്പെടുന്നു അതിന്മേൽ ഒരു പരമാധികാരം സൂക്ഷിക്കാനും പരമാധികാരം നടത്തുവാനുള്ള ശ്രമം നടത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സൃഷ്ടി ദൈവത്തിന്റെ ആയതുകൊണ്ട് ദൈവത്തിന് മാത്രമേ സൃഷ്ടിയുടെ മേൽ പരമാധികാരം ഉണ്ടായിരിക്കാൻ പാടുള്ളൂ എന്ന് നിഷ്കർഷിക്കുകയാണ്, അല്ലെങ്കിൽ നിർബന്ധം പിടിക്കുകയാണ്. അതാണ് ശരിയെന്ന് സമർത്ഥിക്കുകയാണ്
ഈ വാക്യങ്ങളിലൂടെ താൻ ചെയ്യുന്നത്. ഇനി 1 കൊരിന്ത്യർ 11-ാം അധ്യായം 7-ാം വാക്യം. 1 കൊരിന്ത്യർ 11:7 താൻ പറയുന്നു, മനുഷ്യവർഗം ദൈവത്തിന്റെ പ്രതിരൂപമാണ്. മനുഷ്യവർഗം ദൈവത്തിന്റെ പ്രതിരൂപം. ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും എന്ത് ചെയ്തു? ഉണ്ടാക്കപ്പെടുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ദൈവം തന്റെ സാദൃശ്യത്തിൽ, ലൈക്ക്നെസ് ആൻഡ് ഇമേജ്. പോയത് കൊണ്ട് മാത്രം വൈരൂപ്യമുണ്ടായതും വൈവിധ്യമുണ്ടായതുമാണ്. ഇല്ല എങ്കിൽ ദൈവത്തെ പോലെ ഇരുന്നേനും. അപ്പം ഒരു പാപമില്ലാത്ത അവസ്ഥയിൽ മനുഷ്യൻ ജീവിച്ചിരുന്നെങ്കിൽ ദൈവം എന്താണെന്ന്, ദൈവത്തിന്റെ സ്വരൂപം എന്താണെന്ന്, അവന്റെ ചിന്ത എന്താണെന്ന്, അവന്റെ ആശയം എന്താണെന്ന്, അവന്റെ സ്വഭാവം എന്താണ്, അവന്റെ പ്രകൃതി എന്താണ്, ദൈവത്തിന്റെ സദ്ഗുണങ്ങൾ എന്താണ് എന്നൊക്കെ മനുഷ്യനിലൂടെ തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. എന്നാൽ മനുഷ്യൻ പാപം ചെയ്ത് അതൊക്കെ നഷ്ടപ്പെടുത്തി. ശ്രദ്ധിക്കുക, മനുഷ്യവർഗം ദൈവത്തിന്റെ പ്രതിരൂപമാണ്. ലൈക്ക്നെസ് ആൻഡ് ഇമേജ്. എന്താ ലൈക്ക്നെസ് ആൻഡ് ഇമേജ് എന്ന് പറയുക? ലൈക്ക്നെസ് ആൻഡ് ഇമേജ്. എന്റെ മക്കളെ കണ്ടാൽ, പിള്ളേരെ കണ്ടാൽ ഇന്നലെ പോയി അതിന്റെ മക്കളാണ് എന്നവർ ചോദിക്കും. അത് കാണുന്നവർ ചോദിക്കും. രൂപം, ഷേപ്പ്, അല്ലേ, രീതി, ഇതൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് നമ്മളൊക്കെ പിള്ളേരെ കാണുമ്പോ ഇന്നയുടെ മോനല്ലേ, മകളല്ലേ, മകനല്ലേ എന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടാകും, അല്ലേ? ശ്രദ്ധിച്ചേ, നമ്മുടെ ആകൃതി, നമ്മുടെ പ്രകൃതി, നമ്മുടെ ഗുണഗണങ്ങൾ, നമ്മുടെ സദ്ഗുണങ്ങൾ ചുരുങ്ങി മനുഷ്യന്റെ, ദൈവത്തിന് എന്തെല്ലാം ഗുണഗണങ്ങൾ ഉണ്ടായിരുന്നു, ദൈവത്തിന്റെ സദ്ഗുണങ്ങൾ എന്തൊക്കെയാണോ, ദൈവം എന്ന് പറയുന്ന ആ സത്തയ്ക്ക് ഉണ്ടാകുന്ന സകല സാരാംശങ്ങളും മനുഷ്യന്റെ മേൽ ചാർത്തപ്പെടുകയും അങ്ങനെയാണ് തന്റെ സൃഷ്ടികർമ്മം കൃത്യമായി നിർവഹിക്കുവാൻ ഇടയായിട്ട്. ഇത് ശ്രദ്ധിക്കുക. അപ്പൊ അങ്ങനെയായിരുന്നെങ്കിൽ, പാപം ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ, ആരുടെയോ ഒരു നിങ്ങളൊന്ന് ദയവായിട്ടൊന്ന് മൂട്ടാക്കണേ ഈ ഓഡിയോ അല്ലാവേ. അപ്പം വീട്ടിൽ പറയുന്ന കാര്യങ്ങൾ നമ്മള് കേൾക്കുന്നില്ല. ചപ്പാത്തി ഉണ്ടാക്കിയ കാര്യമൊക്കെ പറയുന്നു, മുട്ടക്കറിയുമായി എന്നാ പറയുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓഫാക്കിയാലേ. ഓക്കെ, താങ്ക് യു. ശ്രദ്ധിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. പൗലോസിന്റെ ചിന്താഗതി ഇത് യഹൂദ ചിന്തായിൽ ഉരുത്തിരിഞ്ഞൊരു ആശയത്തിന്റെ, അല്ലെങ്കിൽ ഈ തൽമൂദുകളിലും പിന്നെ പഞ്ചഗ്രന്ഥങ്ങളിലും ഒക്കെ ഈ സൃഷ്ടിയുടെ വർണ്ണനയിൽ ഇതിന്റെ പ്രതിപാദ്യങ്ങൾ കാണാനിടയായിത്തീരും. അപ്പൊ പൗലോസിന്റെ എഴുത്തുകളിലെല്ലാം താൻ പറഞ്ഞു വെക്കുന്ന ആശയങ്ങളിലൊക്കെ ഈ താൻ കടന്നു വന്നിട്ടുള്ള മുൻകാല പാരമ്പര്യങ്ങളും തന്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ, അല്ലെങ്കിൽ തന്റെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമൊക്കെ, തന്റെ വിശ്വാസത്തിന്റെ ഒക്കെ ഒരു ഭാഗം താൻ സമർത്ഥിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഭാഗം എന്ന നിലയിൽ പൗലോസ് 11:7 പറയുന്ന മനുഷ്യവർഗം ദൈവത്തിന്റെ പ്രതിരൂപമാണെന്ന് താൻ കൃത്യമായിട്ട് അവിടെ വായിക്കുകയാണ്. ഇനി പൗലോസ് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ദൈവം പറഞ്ഞ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26 മുതൽ 31 വരെ വായിക്കുമ്പോൾ, 26 മുതൽ 31 ഉൽപ്പത്തി 1-ന്റെ എല്ലാം നല്ലതാണ് എന്ന് കണ്ടായിട്ട് നമുക്ക് കാണാൻ കഴിയും. എല്ലാം നല്ലത് എന്ന് കണ്ടു. സൃഷ്ടി നടത്തി, അത് നല്ലതെന്ന് കണ്ടു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി, അത് നല്ലതെന്ന് കണ്ടു. അപ്പം സൃഷ്ടിയെ സംബന്ധിച്ച് തന്റെ പ്രവൃത്തി ഒരിക്കൽ പോലും അശുദ്ധകരമായിരുന്നില്ല, അശുദ്ധി നിറഞ്ഞിരുന്നില്ല, മാലിന്യത്തിന്റെ കൂമ്പാരമായിരുന്നില്ല. മറിച്ച് കൃത്യമായിരിക്കുന്ന പദ്ധതി പ്രകാരം മനുഷ്യനെന്ന് പറയുന്ന തന്റെ രക്ഷണ്യ പദ്ധതിക്ക് വേണ്ടി, അല്ലെങ്കിൽ താനെന്ന് ദൈവമെന്ന് പറയുന്ന ആ നാമധാരി അഥവാ സർവജ്ഞനായിരിക്കുന്ന, സത്തായിരിക്കുന്ന ദൈവം മനുഷ്യനെ ഈ ഭൂമിയിൽ സൃഷ്ടിക്കുന്നതിന്റെ ഏറ്റവും പ്രകടമായ ഉത്തരം മാത്രമേ ഉള്ളൂ: ദൈവത്തെ ആരാധിക്കണം, ദൈവത്തിന് വേണ്ടി നിൽക്കണം. അതുകൊണ്ട് തന്നെ താനെന്ന് ദൈവമെന്ന് പറയുന്ന ആ സനാതനമായ ആ ധർമ്മം മുഴുവൻ മനുഷ്യനിലേക്ക് സന്നിവേശിപ്പിക്കുവാനുള്ള ശ്രമമല്ല താൻ നടത്തി എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായി മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ പൗലോസ് മുൻപോട്ട് വെക്കുന്ന ആശയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങൾ ഇതെല്ലാം നമുക്ക് കാണാൻ ഇടയായിത്തീരും. ഇനി അൺമ്യൂട്ട് ചെയ്യാത്തതുകൊണ്ട് വളരെ സൗണ്ട് കേൾക്കുവാണ്, നമുക്ക് കേൾക്കാനൊക്കെ ഒത്തിരി ഡിസ്റ്റർബൻസ്. വത്സമയം എന്ന് പറഞ്ഞ സിസ്റ്റർ അതൊന്ന് അൺമ്യൂട്ട് ചെയ്യണം.
മ്യൂട്ട് ചെയ്യണം. അതിപ്പോ അൺമ്യൂട്ട് ചെയ്തിട്ടേക്കുവാ. ഈ ബാബു ജോർജ് ബിൻസി. ഓക്കെ. താങ്ക് യു. ഇനി ശ്രദ്ധിച്ചേ, നമ്മുടെ ഈ ക്ലാസ് തുടങ്ങുമ്പം ദയവായി നിങ്ങളൊന്ന് അൺമ്യൂട്ട് ചെയ്യുക. നമ്മൾ ഈ മറ്റ് അധ്യാപകർ എല്ലാം വായിപ്പിക്കുന്ന പോലെ വായിപ്പിച്ചിട്ട് ആ ഭാഗം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ. കാരണം നോട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് തരുന്നുണ്ട്. എനിക്കുള്ള സമയം മുഴുവൻ ഇതൊന്ന് ലെക്ചർ ചെയ്ത് നിങ്ങൾക്ക് ഫുട് നോട്ടൊക്കെ നിങ്ങൾക്ക് എഴുതത്തക്ക നിലയിൽ മുൻപോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ക്ലാസ് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. അപ്പം 1 തീമോഥെയോസ് 4:4, റോമാലേഖനം 14:14 ഈ വാക്യങ്ങളെല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയുടെ മഹത്വത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ഇനി ഈ റോമാലേഖനത്തിന്റെ അഥവാ പൗലൂസിന്റെ ലേഖനങ്ങളിൽ ഏറ്റവും പ്രസക്തമായ ചിന്ത പറഞ്ഞിരിക്കുന്ന റോമാലേഖനത്തിലൂടെ ദൈവത്തിന്റെ രക്ഷണ്യ പദ്ധതിയിൽ അഥവാ വീണ്ടെടുപ്പിന്റെ പദ്ധതിയിൽ സൃഷ്ടിയുടെ സ്ഥാനം എന്താണെന്ന്, ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതിയിൽ പോലും സൃഷ്ടിക്ക് സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പൗലോസ് വിവരിക്കുന്നുണ്ട്. അപ്പം റോമാലേഖനം 8-ാം അധ്യായം 19 മുതൽ 23 വരെ. ഇപ്പൊ ചുരുക്കത്തിൽ ദൈവം എന്ന് പറയുന്ന സൃഷ്ടാവെന്ന നിലയിൽ ദൈവത്തിന്റെ കാര്യപരിപാടികൾ എന്തൊക്കെയാണ് മനുഷ്യനുമായ ബന്ധത്തിൽ, ദൈവം എന്തൊക്കെ കർമ്മപദ്ധതിയാണ് നിർവഹിക്കപ്പെടുന്നത്, ദൈവം എന്തൊക്കെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്, ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ദൈവം എന്തൊക്കെയാണ് ചെയ്തത്, സൃഷ്ടി എന്ന നിലയിൽ ഒരു സൃഷ്ടാവെന്ന നിലയിൽ സൃഷ്ടിയുടെ മേലുള്ള പരമാധികാരങ്ങൾ എന്തൊക്കെയാണ്, അവകാശങ്ങൾ എന്തൊക്കെയാണ് ഇത്യാദിയുടെ വിശദീകരണമാണ് ഈ തൻ്റെ ദൈവമെന്ന ചിന്തയിൽ താൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് ലേഖനങ്ങളിലൂടെ. നമ്മൾ പ്രധാനമായി നമ്മൾ വായിക്കേണ്ട റോമാലേഖനം 1:24, 26, 28 വാക്യങ്ങളിൽ ദൈവത്തിന്റെ സൃഷ്ടി, അഥവാ ദൈവം എന്ന് പറയുന്ന തന്നോടൊപ്പം സൃഷ്ടാവിനെ മനുഷ്യന്റെ ബുദ്ധിയിൽ അവൻ നിർദിഷ്ട രീതിയിൽ ചിന്തിക്കുകയും സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ പാപമായി താൻ പൗലോസ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം. നമുക്ക് ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, ദൈവത്തെ ഉണ്ടാക്കാൻ ആർക്കും കഴിയുകയില്ല. ദൈവം എന്ന് പറയുന്ന ആ നിത്യനായിരിക്കുന്ന സൃഷ്ടാവായിരിക്കുന്ന പരമാധികാരിയായിരിക്കുന്ന സർവാധികാരിയായിരിക്കുന്നവനെ സൃഷ്ടിക്കുവാൻ ആർക്കും കഴിയുകയില്ല. എന്നാൽ മനുഷ്യൻ അറിഞ്ഞ അറിവനുസരിച്ച്, ദൈവത്തെക്കുറിച്ചുള്ള അറിഞ്ഞ അറിവനുസരിച്ച്, അവന്റെ മനസ്സിലൂടെ കടന്നുപോയ ദൈവിക അംശമനുസരിച്ച്, ഒന്നുകൂടി ഞാൻ പറഞ്ഞാൽ വിശദമാക്കിയാലും, അവൻ തിരിച്ചറിഞ്ഞ ദൈവത്തിന്റെ ആ ഗുണഗണങ്ങളെ, സദ്ഗുണങ്ങളെ എല്ലാം കൂടി അവൻ ഒരു സാരാംശമായി അവൻ രത്നച്ചുരുക്കമായി അവന്റെ മനസ്സിൽ കുറിച്ചിട്ട് അവന്റെ ഇഷ്ടപ്രകാരം ദൈവത്തെ നിർമ്മിക്കാനുള്ള ഒരു ശ്രമം നടത്തി എന്നാണ് പൗലോസ് പറയുക. അതുകൊണ്ട് തന്നെ മലിനമായാതിരുന്ന, ആർക്കും ഉണ്ടാക്കാൻ കഴിയാതിരുന്ന ദൈവത്തെ ഇവൻ പക്ഷികളുടെ രൂപത്തിലും ഇഴജാതികളുടെ രൂപത്തിലും കണ്ട് തൃപ്തിപ്പെടാൻ തക്ക നിലയിൽ, ഞാൻ മുമ്പേ ആദ്യം പറഞ്ഞതുപോലെ, തന്നെക്കാൾ പ്രബലനെന്നോ തന്നെക്കാൾ വലുപ്പമുള്ളവനെന്നോ തന്നെക്കാൾ ശക്തിയുള്ളവനെന്നോ തിരിച്ചറിഞ്ഞ എല്ലാത്തിനെയും, അത് പ്രകൃതിയാകാം, പക്ഷി മൃഗാദികളാകാം, മനുഷ്യനാകാം, അങ്ങനെ ഇതിന്റെ എല്ലാം നാമത്തിൽ എന്ത് ചെയ്തു, ഇതിന്റെ എല്ലാം രൂപത്തിൽ മനുഷ്യൻ ദൈവത്തെ ഉണ്ടാക്കി എന്ന് നമുക്കിവിടെ കാണാൻ ഇടയായിത്തീരും. നമുക്കറിയാമല്ലോ, നമ്മുടെ ഇടയിൽ നവോത്ഥാന നായകന്മാരായി കേരളത്തിൽ അറിയപ്പെട്ട ഒരു വിഭാഗത്തിന് വേണ്ടി നിൽക്കുകയും സമൂലമായ പരിവർത്തനം പ്രഭാഷണങ്ങളിലൂടെയും സമരങ്ങളിലൂടെയും സച്ചിന്തകളിലൂടെയും ഒക്കെ ചെയ്തിട്ടുള്ള ഇവിടുത്തെ ഏറ്റവും പ്രസക്തരായ പരിഷ്കർത്താക്കൾ അഥവാ ഭരണപരമായിട്ടോ നിയമപരമായിട്ടോ ഒക്കെ പോരാടി ഒരു വിഭാഗത്തിനോ ഒരു ജനതയ്ക്കോ വേണ്ടി ജീവിച്ച് മരിച്ച ഈ നല്ല ആളുകൾ, പിന്നീട് അവരൊക്കെ ശരിയായ നിലയിൽ സമരം ചെയ്ത സമര നേതാക്കന്മാരായിരുന്നു, ആശയങ്ങൾ പ്രചരിപ്പിച്ച വിപ്ലവ വീരനായകന്മാരായിരുന്നു, ഒരു സമൂഹത്തിന് വേണ്ടി ഒരു സമൂഹത്തെ ഉദ്ധാരണം ചെയ്യാൻ വേണ്ടി ഉദ്ധാന നായകന്മാരായിരുന്നു. പിന്നീട് അവരൊക്കെ ദൈവങ്ങളായി പരിണമിച്ചു എന്നുള്ളതാണ് ഏറെ പരിതാപകരമായ അവസ്ഥ. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുമെന്ന് പഠിപ്പിച്ച, സംഘടന കൊണ്ട് ശക്തരാകുമെന്ന് പഠിപ്പിച്ച,
അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവനും സുഖത്തിനായി വരണമെന്ന് പഠിപ്പിച്ച ശ്രീനാരായണ ഗുരു ഒരു പരിഷ്കർത്താവായിരുന്നു. അല്ലെങ്കിൽ ഇവിടുത്തെ ഈ കീഴാള വിഭാഗത്തിന്റെ അയിത്തം കൊണ്ട് മാറ്റി നിർത്തിയ ഒരു വിഭാഗത്തിന് ഒരു സമൂല പരിവർത്തനം, സമൂഹത്തിൽ ഒരു സ്ഥാനമുണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞ ഒരു പരിഷ്കരണകർത്താവായിരുന്നു അദ്ദേഹം. പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു? ദൈവമായി അവരോധിക്കപ്പെടാനിടയായി തീർന്നു. അപ്പം ഇവിടെ ദൈവമായി അവരോധിക്കപ്പെട്ട മനുഷ്യനെ കാണാൻ ഇടയായി ഇഷ്ടം പോലെ. എന്ന് പറഞ്ഞാൽ തങ്ങളെക്കാൾ ശക്തിയുള്ളതെന്ന് വിശ്വസിക്കുന്ന, ചിന്തിക്കുന്ന, ആരാധിക്കുന്ന ആളുകൾ എന്ത് ചെയ്തു? പിന്നീട് അവർ ദൈവമായി പരിണമിക്കാൻ ഇടയായി തീർന്നു. നമ്മുടെ അയൽ സംസ്ഥാനമായ ഈ തമിഴ്നാട്ടിലൊക്കെ ഇഷ്ടം പോലെ സിനിമാ താരങ്ങളും അതുപോലെ തന്നെ ജനനായകന്മാരും ഒക്കെ പിന്നീട് അവർ ദൈവങ്ങളായി രൂപം പ്രാപിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അവിടെ ഇന്ത്യയിലെ ഈ സിനിമാ നടികൾക്ക് വേണ്ടി കോവലുകൾ ഉണ്ടാക്കിയ സംസ്ഥാനമാണ് തമിഴ്നാട്. നിങ്ങൾക്കറിയാമോ, ഗാന്ധിജിയുടെ പേരിൽ ഗാന്ധിജി അപ്പൂപ്പനെ ആരാധിക്കുന്ന, പ്രതിഷ്ഠയായി ആരാധിക്കുന്ന ക്ഷേത്രം നമ്മുടെ ഭാരതത്തിലുണ്ട്. ചുരുക്കം പറഞ്ഞാൽ നവോത്ഥാന നായകന്മാർക്ക് പിന്നീട് അവർക്കുണ്ടായ പരിണാമത്തിന്റെ മനസ്സിൽ പരിണാമമുണ്ടായി, അല്ലെങ്കിൽ അവരോടുള്ള പ്രതിബദ്ധത, അവരോടുള്ള ഇഷ്ടം കൂടിയിട്ട്, അവരോടുള്ള താല്പര്യം കൂടിയിട്ട് അവരെ ഒരു ആരാധന മൂർത്തിയായി ആരാധിക്കുന്ന രീതിയിലേക്കുള്ള സംസ്കാരം നമ്മുടെ നാട്ടിൽ പോലും ഉടലെടുക്കുകയുണ്ടായി. അതുകൊണ്ടാണല്ലോ ഇന്ത്യയുടെ പരമാധികാരത്തിൽ നിൽക്കുന്ന ആളുകൾ, ഭരണകർത്താക്കന്മാർ, പ്രധാനമന്ത്രി മുതൽ താഴോട്ട് വായിച്ചാൽ സകല ആളുകളും ഈ ഇപ്പോഴത്തെ സന്യാസിമാരായോ അല്ലെങ്കിൽ മതനേതാക്കന്മാരായോ ഗുരുക്കന്മാരായി പോയി വണങ്ങി നിൽക്കുകയും അവരുടെ പാദം കൊണ്ട് ഇവരുടെ ശിരസിൽ അവരുടെ പാദസ്പർശനത്തിന് വേണ്ടി കൈകൾ കൊപ്പി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. കോട്ടെ, എന്റെ വിഷയം ഞാൻ ഇത്രയും വിശാലമായി പറയാൻ കാര്യം, ദൈവം പരമാധികാരിയാണെന്നും ദൈവം ഏകനാണെന്നും ദൈവം സൃഷ്ടാവാണെന്നും പറയുമ്പോൾ തന്നെ ഈ ദൈവത്തെ സൃഷ്ടി ഒരിക്കൽ പോലും സൃഷ്ടാവിന്റെ രൂപത്തിലേക്ക്, അല്ലെങ്കിൽ ഈ സൃഷ്ടാവിനെ സൃഷ്ടി ഒരിക്കൽ പോലും ദൈവത്തിന്റെ രൂപത്തിൽ അപ്പുറമായിട്ട് അവനെ തന്നെ ദൈവമായിട്ട് സങ്കല്പിക്കാൻ പാടില്ല എന്ന ചിന്ത വളരെ ശക്തമായിട്ട് പൗലോസ് മുൻപോട്ട് പറയാൻ ഇടയായിത്തീരുന്നു. അന്നും ഇന്നും, പുരാതന കാലത്തും ഇന്നും ആരാധന എന്ന് പറയുന്നത് എല്ലാ മനുഷ്യന്റെയും മനസ്സിൽ ഒരുപോലെയൊക്കെ ഏകദേശം. എന്താ ഈ ആരാധന എന്ന് പറഞ്ഞാൽ? നമ്മളൊക്കെ ഭയങ്കര ഒരു ആരാധന, ഭയങ്കര ഒരു എന്നൊക്കെ പറയൂല, ഭയങ്കര ഒരു ആരാധന, വീരാരാധന, താരാരാധന നമുക്ക് ഉണ്ടാകും നമ്മൾ പറയൂല. എന്താ ഈ ആരാധന എന്ന് പറഞ്ഞാൽ? നമ്മളിൽ കാണാത്ത സദ്ഗുണങ്ങൾ, നമുക്ക് ഇല്ലാത്ത ഒരുപാട് നന്മകൾ, നമുക്ക് സ്വായത്തമാക്കാൻ കഴിയാത്ത, ഒരുപാട് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരുപാട് ശക്തിയും മഹത്വവും ബലവും, അതിനപ്പുറം അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ എവിടെ അവരോധിക്കപ്പെടുമോ അതിനോടുള്ള ഒരു വിധേയത്വമാണ് വാസ്തവത്തിൽ ആരാധന എന്ന് പറയുക. ഒന്നുകൂടി ഞാൻ പറയാം, എൻ്റെ മനസ്സിൽ ഒരു ആരാധനാമൂർത്തി, അല്ലെങ്കിൽ ആരാധന, ഈ മൂർത്തി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കുക കേട്ടോ, ഞാൻ അങ്ങനത്തെ ഒരു ഭാഷ ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ടിപ്പിക്കൽ പെന്തക്കോസ്റ്റൽ ബിലീവേഴ്സ് ആയതുകൊണ്ട് പല ഭാഷയ്ക്ക് നമുക്ക് പാവമാണ്. കരുണാകരൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പാവമാണ്, അല്ലേ? കരുണയുടെ അധിപൻ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ, കരുണ വസിക്കുന്നവൻ. ജഗത് ഈശ്വരൻ നമ്മൾ പ്രാർത്ഥിക്കാറില്ല, ജഗതീശ്വരൻ നാമത്തിൽ എന്ന് നമ്മൾ പറയാറില്ല, അത് വലിയ പാവമാണ്. ക്ഷേത്രം എന്ന് പറയാറില്ല, നമ്മുടെ ഗാത്രമൊക്കെ ക്ഷേത്രമാണെന്ന് നമ്മൾ പറയാറില്ല. ജഗത് ഈശ്വരൻ, ഈ ജഗത്തിന്റെ അധിപനായിരിക്കുന്നു. ഞാൻ ഒരുപാട് പാട്ട് എഴുതിയ കൂട്ടത്തിൽ ഒരു പക്ക ക്ലാസിക്കൽ പാട്ട് എഴുതിയത്, അതിന്റെ വരി ഇങ്ങനെയാണ്: കബോധഗസ്തം കമലോത്തരം നിൻ നാമജപം, കരകസലയമാ നിൻ കരസ്പർശനം, കരുണാത്രയം കരുണാത്മജ കൈതൊഴുന്നേ. അല്ല, മനസ്സിലായോ? ഒന്നുമില്ല. നമുക്ക് കർത്താവ്, ഞാനിങ്ങനെ ടെൻഷൻ അടിച്ച് വീട്ടിലിരിക്കുകയായിരുന്നു. പെട്ടെന്ന് മോനെ നീ എവിടെ പോകുമെന്ന് ചോദിച്ചു. ഞാനിങ്ങനെ വഴിയിൽ പോയി നിൽക്കുമ്പോൾ കർത്താവ് വന്നു, എന്നാ വിളിക്കുന്നു ചോദിച്ചു. ഞാൻ വെറുതെ നിൽക്കുകയാണ്. പറഞ്ഞാൽ കർത്താവ് പറഞ്ഞു, നീ എൻ്റെ കൂടെ പോരും, എൻ്റെ കഷ്ടം പ്രയാസം ബുദ്ധിമുട്ട് എത്തിയിട്ട് തന്നെയല്ല. ഞാൻ പറഞ്ഞാൽ വരുമ്പോൾ ഞാൻ നിന്നെ കൊണ്ടുപോയിക്കോളാം, നീ വീട്ടിൽ പൊക്കോളാൻ പറയുക. ഇതാണ് നമ്മുടെ പാട്ടിന്റെ ഒരു സാരാംശം എന്ന് പറയുക, അല്ലേ? കഷ്ടതയും പ്രയാസവും പട്ടിണി ഇല്ലാത്ത പാട്ട് എവിടെയാണ് ഉള്ളത് നമുക്ക്, അല്ലേ? ഒരു നല്ല ഭാഷയിൽ പാട്ട് എഴുതിയാൽ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്, നമ്മുടെ ഇതിന്റെ പ്രശ്നമാണ്.
കബോധകസ്ത കമരോത്തരം നിൻ നാമജപം കരകസലയമാ നിൻ കരസ്പർശനം കരുണാത്രയം കരുണാത്മജ കൈതൊഴുന്തി. കബോധം പ്രാവ്, കബോധകസ്തം പ്രാവിനെ പോലെ ശുദ്ധിയുള്ള, കമലം താമര, താമര പോലെ മനോഹരമായ അങ്ങയുടെ മുമ്പിൽ പ്രാവിനെ പോലെ ശുദ്ധിയോടുകൂടി കരങ്ങൾ തൂക്കി കരുണാത്രയം കരുണയുടെ അധിപനായ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ കേട്ടോ. ഈ സാംസ്കൃതിക പദങ്ങൾ ചേർത്ത് എന്ന് മാത്രം കൂടി ഞാൻ പറഞ്ഞു തന്ന താല്പര്യം. ഈ പൗലോസ് പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഒന്നിനെയും എന്ത് ചെയ്യാൻ, നമുക്ക് ആരാധന ഉണ്ടാകുന്നത് നമ്മുടെ മനസ്സിൽ നമുക്കില്ലാത്ത എന്തോ എന്ന് മറ്റുള്ളവരിൽ ഉണ്ടെന്ന് നമ്മൾ നിശ്ചയിക്കുന്നതാണ്. ആരോപിക്കപ്പെടുന്നതല്ല, നിശ്ചയിക്കുന്നതാണ്, ബോധ്യപ്പെടുന്നത്. എനിക്ക് ഇനി മറ്റൊരു കാര്യം, എന്നെക്കാൾ ശക്തനാണെന്നും ഞാൻ പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ ഞാൻ അപേക്ഷിച്ചാൽ എന്നോടൊപ്പം എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പ്രാപ്തനായ ഒരു ഇടം എപ്പോൾ ഉണ്ടാകുമോ അവിടെയൊക്കെ അങ്ങോട്ടൊക്കെ നമുക്ക് ഒരു പ്രായാണ് നമ്മുടെ മനസ്സിൽ ഒരു വഴങ്ങൽ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു വഴക്കം ഉണ്ടാകും, ഒരു വിധേയത്വം ഉണ്ടാകും. ആ വിധേയത്വത്തിന്റെ പേരാണ് വാസ്തവത്തിൽ ആരാധന എന്ന് പറയുക. ഈ ഒരുപക്ഷെ ആരാധനയ്ക്ക് താത്വികപരമായിട്ടോ ബുദ്ധിപരമായിട്ടോ അങ്ങനെ സിദ്ധാന്തപരമായിട്ടോ ഒന്നും ഒക്കെ നമ്മൾ ചിന്തിച്ചൊന്നും അല്ല, മറിച്ച് നമ്മളിലില്ലാത്ത എന്തോ ഒന്ന് മറ്റുള്ളവരും നമ്മൾ കണ്ടെത്തുകയോ മറ്റൊന്നിൽ കണ്ടെത്തുകയോ അതിനോടുള്ള നമ്മുടെ ഒരു വിധേയത്വമാണ് വാസ്തവത്തിൽ ആരാധന എന്ന് പറഞ്ഞാൽ. അതിന് തീർച്ചയായിട്ടും ഒരു തിരിച്ചറിവാണ്. അപ്പം ഒരാരാധന കഴിഞ്ഞ് അത് ശരിയല്ല എന്നുള്ള ബോധ്യം മറ്റൊന്നിൽ നിന്ന് ലഭിക്കുമ്പോൾ നമ്മൾ അതിനോട് വിട പറഞ്ഞ് അടുത്തതിനെ നമ്മൾ സ്വീകരിക്കും. അങ്ങനെയാണല്ലോ നമ്മൾ ഇവിടം വരെ എത്തിച്ചേർന്നിരിക്കുന്നത്, ഈ സത്യത്തിൽ വരെ എത്തിച്ചേർന്നത്. പോട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യൻ ഒരിക്കൽ പോലും സ്വന്തം സമാനമായിരിക്കുന്ന സമാന പ്രകൃതിയുള്ള ഈ മനുഷ്യനോട് ഒരിക്കൽ പോലും ആരാധന ഉണ്ടാവാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ചില ആളുകൾ ഇപ്പൊ നമ്മുടെ ഇടയിലും ഉണ്ട് വിശേഷിച്ച് ഈ ഒരു ആരാധന മനോഭാവം എന്ന് പറഞ്ഞാൽ ഈ നല്ല പ്രഭാഷകരോട് ഭയങ്കര ഒരു വലിയ ഒരു എന്തുവാ അതിന് സന്തോഷമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് കർണരസകം ഉണ്ടാകുമാറ് ഒന്നത്. രണ്ടാമത് നമുക്ക് കുറച്ച് ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിൽ. മറ്റൊരു കാര്യം, നമ്മുടെ വൈകാരികമായി നമുക്ക് ഒരു സംതൃപ്തി ഉണ്ടാകുന്ന നിലയിൽ, നമുക്ക് കുറച്ച് ആനന്ദം ഉണ്ടാകുന്ന നിലയിൽ സത്യത്തെ വ്യാഖ്യാനിക്കുകയോ ആഖ്യാനിക്കുകയോ ചെയ്യുകയല്ല, മറിച്ച് നമുക്ക് തൃപ്തിയാകുന്ന തരത്തിൽ നമ്മൾക്ക് കേൾക്കാൻ പാകത്തിന് ഈ വിഭവങ്ങൾ വിളമ്പുന്ന ഏതൊരു പ്രഭാഷകനോടും ഏതൊരു വ്യക്തിയോടും ഏതൊരു സുവിശേഷ പ്രവർത്തകനോടും ഏതൊരു നേതാവിനോടും നമുക്ക് എന്ത് ചെയ്യും, ഒരു ആരാധന ഉണ്ടാകും അല്ലേ? അതുകൊണ്ടാണല്ലോ ചില ആളുകളുടെ പ്രഭാഷണങ്ങളിൽ ചില യോഗം വെച്ചാൽ ചില ആളുകളെ മസ്റ്റായിട്ട് വിളിക്കും. എന്താണെന്നറിയോ? ആള് കൂടണം അല്ലേ? ഒരാഴ്ച മാത്രമല്ല, ആള് കൂടാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ശാലം കോമഡിയാക്കാം. വചനം 3 മണിക്കൂർ പ്രസംഗിച്ചാലും നമ്മളൊരു 5 മിനിറ്റ് പോലും വചനം കാണില്ല, അത് വേറെ വാസ്തവം അല്ലേ? പോട്ടെ, ഞാൻ വിമർശിക്കുകയല്ല, ഞാൻ പറഞ്ഞത് നമുക്കൊക്കെ ചിന്തിക്കേണ്ട കാര്യം വാസ്തവത്തിൽ ഈ ലോകത്തിൽ എന്ത് കാര്യം നമ്മളെ സ്വാധീനിച്ചാലും, ഒന്നുകൂടി ഞാൻ പറയുന്നു, എന്ത് സ്വാധീനിച്ചാലും നമ്മൾ അറിഞ്ഞ വിശ്വാസത്തിനപ്പുറമായി നമ്മുടെ മേൽ ആധിപത്യം പുലർത്താൻ എന്ത് നമ്മൾ ശ്രമിക്കുന്നുവോ അതിനോട് എന്നേക്കുമായി മൊഴി ചൊല്ലണം, അതിനോട് എന്നേക്കുമായി യാത്ര പറയണം. അത് വേണ്ട, നോ എന്ന് പറയാനുള്ള ആർജവം കാണിക്കണം ഒരു വിശ്വാസി. ഒന്നുകൂടി ഞാൻ പറയുന്നു, നമ്മൾ വിശ്വസിച്ച വിശ്വാസ പ്രമാണം, വേദപുസ്തകം അനുശാസിക്കുന്ന വിശ്വാസ പ്രമാണം അനുസരിച്ച്, വേദപുസ്തകത്തിന്റെ ചിന്തയനുസരിച്ച്, നമുക്ക് പകർന്നു കിട്ടിയ വെളിച്ചമനുസരിച്ച്, നമ്മൾ അറിഞ്ഞ സത്യമനുസരിച്ച് അപ്പുറമായി നമുക്ക് ലഭിക്കുന്ന ഒരു മനോസുഖമല്ല, ഒരു വൈകാരിക സംതൃപ്തിയല്ല, മറിച്ച് അതിനപ്പുറമായി എന്ത് നമ്മളെ സ്വാധീനിക്കാൻ സാധ്യത ഉണ്ടെന്ന് നമുക്ക് തോന്നിയാലും എന്ത് ചെയ്യണം, അതിനോട് എന്നേക്കുമായി നോ എന്ന് പറയാനുള്ള തൻ്റെ ഇടമാണ് ഒരു ആരാധകൻ ഉണ്ടാകേണ്ടത്. ചിലർ പറയും, പാസ്റ്ററുടെ മെസ്സേജ് അങ്ങ് എന്ത് ചെയ്യുക, എന്നോട് അങ്ങ് ചുമ്മാ അടിക്കുന്നതാണ്, കാര്യമില്ല എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമാ പുള്ളി, അതുകൊണ്ട് പുള്ളി എന്നാ പറഞ്ഞാലും പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിന്റെ ഒരു പ്രതീതി നമുക്ക് അല്ലേ? ശരിയായിരിക്കാം നിങ്ങളുടെ വൈകാരിക സംതൃപ്തി. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, നമ്മുടെ സമന്മാരായ ആരോടും നമുക്ക് ഒരു തരത്തിലും ഒരു വിധേയത്വം ഉണ്ടാകാൻ പാടില്ല വിശ്വാസത്തിന്റെ പേരിൽ. ഒന്നുകൂടി ഞാൻ പറയുന്നു, നമുക്ക് സമന്മാരായ ആരെയും നമ്മൾ സമന്മാരായി കണ്ടാൽ മതി, അവർക്കാർക്കും ഒരു താരപദവി കൊടുക്കാൻ പാടില്ല. ആരാധന ഒരു വ്യക്തി വിശേഷമായിട്ട് സങ്കല്പിക്കാൻ പോലും നമുക്ക് പാടില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം
നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വിശുദ്ധ ബൈബിളും അതിന്റെ ഉപദേശങ്ങളും അത് പരിചയപ്പെടുത്തുന്ന ദൈവവും ആ സൃഷ്ടാവും ആ സർവാധികാരിയും ആ ക്രിസ്തുവും ആ രക്ഷയുമൊക്കെയാണ് നമുക്ക് പ്രാധാന്യം. അല്ലാതെ നമ്മളെ സ്വാധീനിക്കാൻ ഒരാശയവും ഒരു ചിന്തയും ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം. സ്വന്തം പറയാമോ? ഞാൻ ഈ പറഞ്ഞ പോലെ മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? സ്പീഡ് കൂടില്ല വളരെ ശക്തമായിട്ട് പറയുന്നത്. നമുക്ക് ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. നമുക്ക് നമ്മളെയൊക്കെ ഒന്ന് അറിയണം. നമ്മളെ ഒന്ന് അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും അങ്ങ് സ്തോത്രം പറയാനോ, എല്ലാത്തിനും അങ്ങ് ഹല്ലേലൂയ പറയാനോ. ഞങ്ങളുടെ പാസ്റ്റർ പറഞ്ഞ പോലെ ഞങ്ങളുടെ അച്ഛൻ്റെ ഒരു കീബോർഡിസ്റ്റ് ഉണ്ട്. അദ്ദേഹം ഇങ്ങനെ ചില ദിവസങ്ങൾ അദ്ദേഹത്തിന് ഭയങ്കര പിണക്കമാണ്. അങ്ങ് എല്ലാവരോടും ഇങ്ങനെ പിണങ്ങും. പുള്ളി പിണങ്ങാത്ത ഏക വ്യക്തി കോട്ടയത്ത് 2 പേരേ ഉള്ളൂ. കോട്ടയത്ത് അദ്ദേഹം പിണങ്ങാത്തത്. ഒന്ന് ഗാന്ധിജിയും, ഒന്ന് പി.ടി. ചാക്കോയും. ഇത് രണ്ടും പ്രതിമയാണ്. അദ്ദേഹം പിണങ്ങാത്തത് കോട്ടയം ജില്ലയിൽ 2 പേരേ ഉള്ളൂ. ഒന്ന് ഗാന്ധിജിയും, ഒന്ന് പി.ടി. ചാക്കോയും. ഇത് രണ്ടും പ്രതിമയായതുകൊണ്ട് എന്ത് ചെയ്യുക, അവരോട് വഴക്ക് പിടിക്കാറില്ല. ബാക്കി എല്ലാവരോടും വഴക്ക്. അപ്പം ഈ 7 ഞങ്ങൾക്ക് കൃത്യം 8 മണിയാകുമ്പം ആരാധന തുടങ്ങും, 11 മണിയാകുമ്പോൾ തീരും. അപ്പൊ 7:30 ആകുമ്പം ഞങ്ങളെല്ലാം ചർച്ചിലെ എല്ലാ ആളുകളും, പ്രത്യേകിച്ച് വർഷിപ്പ് ടീം എല്ലാം ചെന്ന് ഞങ്ങൾ ഇങ്ങനെ നോക്കി വെക്കും. കീബോർഡ്സ് ഇപ്പോൾ വരും. അപ്പൊ അവിടുന്ന് ഭാഷ കണ്ണ് കാണിക്കുന്നു. ക്ഷണിച്ചാൽ വന്നോ എന്ന് ചോദിക്കും. അത് ഇങ്ങനെ കാണിക്കും, ഇല്ലെന്ന് പറയും. അപ്പൊ അവസാനം ഒരു 7:45, 7:50, 55 ആകുമ്പോൾ പുള്ളി ഓടി വന്നെല്ലാം റെഡിയാക്കി പിന്നെ തുടങ്ങും. അപ്പം ഈ ഞങ്ങളോട് പറയും, എന്താ വെച്ചാ പുള്ളി ഒന്ന് കൊഞ്ചിച്ചേക്കാൻ പറയും. ചെറുതായിട്ടൊന്ന് കൊഞ്ചിച്ചാൽ മതി, പുള്ളിയുടെ പണക്കം തീരും, അത്ര ഉള്ളെന്ന് പറയും. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ അങ്ങനെ പോലും എന്ത് ചെയ്യും, നമ്മുടെ മനസ്സിൽ ചിന്തിക്കരുത് ഞാൻ ഈ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നമുക്ക് വിധേയത്വം ഉണ്ടാകാം, സ്നേഹമുണ്ടാകാം, ഇഷ്ടമുണ്ടാകാം, ഒക്കെ ചെയ്യാം. പക്ഷേ അവർ മുൻപോട്ട് വെക്കുന്ന ആശയങ്ങൾ നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണത്തിന് ഘടകവിരുദ്ധമാണെങ്കിൽ, തെറ്റാണെങ്കിൽ അതിനോട് നോ എന്ന് പറയാനുള്ള ഒരു തന്റെ ഇടം നമുക്കുണ്ടാവണം. അവിടെയാണ് യഥാർത്ഥ ആരാധകൻ നമ്മൾ ജനിക്കുന്നത്. നമ്മൾ കേവലം ആരാധകരായാൽ മതി. എങ്ങനെ? ദൈവത്തിന്റെ ആരാധകർ. മനസ്സിലായോ? മനുഷ്യന്റെ ഒരു ആരാധകരും ആകാൻ പാടില്ല. ഒരു നല്ല മെസ്സേജ് പറഞ്ഞാൽ, ഒരു നല്ല പാട്ട് പാടിയാൽ, ഒരു നല്ല ചിന്ത പറഞ്ഞാൽ, അത് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പം ആൾക്കാർ എന്ത് ചെയ്യുന്ന അറിയാമോ? നമ്മുടെ മുമ്പിൽ കൈയും കൂപ്പി നിന്ന്, അയ്യോ ആ ദൂത് എന്നോട് നല്ല കാര്യം, ഒരു വിഷയവും ഇല്ല. പക്ഷെ അതൊരു നാളെ നമുക്ക് ചെന്ന് പറയാം, ഒരു വിഷയവും ഇല്ല, ദൈവം നമ്മോട് സംസാരിക്കും. അങ്ങനെയാണ് സംസാരിക്കുന്നത്, അതിന് തെറ്റൊന്നുമല്ല, അതിന് എതിരുമല്ല. പക്ഷേ അതിന്റെ അർത്ഥം അത് പ്രായേണ ഒന്നുകൂടി ഞാൻ പറയുന്നു, പ്രായേണ നമ്മളെ സ്വാധീനിച്ച് ഒരു ആരാധന രീതിയിലേക്ക് മാറാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുമൊക്കെ പുരാതന കാലത്ത് ആദിമസഭയിലെ വിശ്വാസികൾ സൃഷ്ടാവിനെയും അതിന് രൂപവൈകല്യം ഉണ്ടാക്കി പാമ്പിന്റെയും പഴുതാരയുടെയും പല്ലിയുടെയും പട്ടിയുടെയും പിന്നെ പ്രകൃതിയുടെയും ഒക്കെ രൂപത്തിൽ മാറ്റിയതുപോലെ മാറ്റുന്നവരായി തീരും എന്ന് നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ, ഇനി അടുത്തത് ഇസ്രായേലിന്റെ ദൈവം. സ്വതന്ത്രം പറഞ്ഞേ. Praise the Lord. Hallelujah. പൗലോസിന്റെ ചിന്തകൾ എപ്പോഴും നമുക്കറിയാമല്ലോ, ഇസ്രായേലിൽ ജനിച്ച ഇസ്രായേലിയൻ എന്നാണ് നമ്മൾ വായിക്കുന്നത്, അല്ലെ? പ്രമാണി, ന്യായപ്രമാണം സംബന്ധിച്ച് അനന്യൻ, അങ്ങനെ ഒരുപാട് ഗുണഗണങ്ങൾ, ഏകദേശം 7-ൽ പരം 9 അത്രയും ആ ഗുണഗണങ്ങൾ നമ്മൾ മുൻകാലങ്ങളിൽ ക്ലാസ്സിൽ പഠിച്ചതാണ്. അത്രയും ഗുണഗണങ്ങൾ ഒരു പിന്നാമ്പുറ കഥ ചുമക്കുന്ന വ്യക്തിയാണ് ആര്? പൗലൂസ്. അതുകൊണ്ട് തന്നെ പൗലൂസിന്റെ എഴുത്തുകളിൽ മുഴച്ചു നിൽക്കുന്ന ഒരാശയം, ദൈവം ഇസ്രായേലിന്റെ ദൈവമാണ്. എന്താണെന്നറിയാമോ? ഇസ്രായേലിന്റെ ദൈവം എന്ന് താൻ പറയുമ്പോൾ ആവർത്തന പുസ്തകം 7-ാം അധ്യായം 6 മുതൽ 8 വരെ, ആവർത്തനം 7-ന്റെ 6 മുതൽ 8 വരെ, 32-ന്റെ 8 മുതൽ 9 വരെ, ആവർത്തനം 7-ന്റെ 6 മുതൽ 8 വരെ, 32-ന്റെ 8 മുതൽ 9 വരെ. ഈ ഭാഗം വായിച്ചാൽ ദൈവം ഇസ്രായേലിന്റെ ദൈവമായിട്ട് പ്രത്യക്ഷപ്പെടുന്നതായിട്ട് കാണാൻ ഇടയായിട്ടുണ്ട്. എന്നാൽ റോമാലേഖനം 9-ാം അധ്യായം 12-ാം വാക്യം, 3-ാം അധ്യായത്തിന്റെ 29-30 വാക്യം, ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് എന്തുകൊണ്ട് ഇത്ര തീവ്രമായിട്ട് ദൈവം ഇസ്രായേലിന്റെ ദൈവമായിരുന്നു എന്ന് പറഞ്ഞ് തന്റെ എഴുത്തുകളിലൂടെ സ്ഥാപിക്കാൻ ആഗ്രഹിച്ചത്, താൻ ഒരു വിജാതീയ അപ്പോസ്തലനാണ്. ക്രിസ്തു നേരിട്ട്
നിയമിക്കാത്ത, എന്നാൽ ക്രിസ്തുവിന്റെ നാമധാരിയായി ക്രിസ്തുവിനെ സ്വീകരിച്ചതിന്റെ ഫലമായി, ക്രിസ്തുവിന്റെ സാക്ഷ്യം പറഞ്ഞതിന്റെ ഫലമായി, ക്രിസ്തുവിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്ന വ്യക്തിയായതുകൊണ്ട്, ക്രിസ്തുവിന്റെ സന്ദേശത്താൽ ഐക്യപ്പെട്ട അപ്പോസ്തലനായി വിജാതീയരുടെ അപ്പോസ്തലൻ എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ്. എന്നാൽ തന്റെ എഴുത്തുകളിൽ കൂടുതൽ ദൈവത്തിന്റെ ജനമായ ഇസ്രയേലിനെയും ഇസ്രായേലിന്റെ ദൈവത്തെയും കൂടുതൽ, അഥവാ തന്റെ ജനമായ താൻ ഇസ്രായേൽ പൗരനായതുകൊണ്ട് തന്നെ, പൗരത്വമുള്ള വ്യക്തിയായതുകൊണ്ട് തന്നെ തന്റെ ആ ജാതിയെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള കാര്യമല്ല താൻ ഇവിടെ പറയുന്നത്. മറിച്ച് സർവ വ്യക്തികൾക്കും രക്ഷ എന്ന് പറയുന്നതും ദൈവം എന്ന് പറയുന്നതും അത് സാർവലൗകികമാണ്, യൂണിവേഴ്സൽ ആണ്. രണ്ട് കാര്യമാണ്. ക്രിസ്തുവിന്റെ സർവാധിപത്യം, സർവമാനവികത അല്ലെങ്കിൽ സർവ വ്യക്തികൾക്കും വേണ്ടിയുള്ളതാണ് ക്രിസ്തു എന്ന തത്വം ഒന്ന്. മറ്റൊരു കാര്യം, ഈ ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമെന്ന് ചിന്തിക്കുന്ന ഒരു ചിന്ത. ഇത് രണ്ടും തൻ്റെ എഴുത്തുകളിൽ കാണാനിടയായിത്തീരും. ഈ ഇസ്രായേലിന്റെ ദൈവമാണെന്ന് താൻ പറയുന്നതോടൊപ്പം തന്നെ ആ പരിചയപ്പെടുത്തൽ ഒരു ആത്മീയ ഇസ്രായേലിനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഉറപ്പിന്മേൽ ദൈവം എന്ന് പറയുന്നത് ഏതെങ്കിലും വിഭാഗത്തിനു വേണ്ടി സംവരണം ചെയ്യപ്പെടുന്ന വ്യക്തിയല്ല, മറിച്ച് എല്ലാവർക്കും വേണ്ടിയാണെന്ന് താൻ പറയാനുള്ള ശ്രമം നടത്തുന്നു. ഇനി ശ്രദ്ധിച്ചേ, ഈ റോമാലേഖനത്തിന്റെ പഠിപ്പിക്കൽ തന്നെ, റോമാലേഖനം പഠിപ്പിക്കുന്നത് തന്നെ ഏറെ പ്രസക്തമായ ചിന്ത രക്ഷയെ സംബന്ധിച്ചുള്ള കാര്യപരിപാടികൾ എന്താണെന്ന് വിശദീകരിക്കുകയാണ്. അതിലൂടെയൊക്കെ താൻ തന്റെ ആശങ്കകൾ താൻ മുമ്പ് വെക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ, ദൈവം ഇസ്രയേലിന് വേണ്ടിയാണ് പ്രത്യക്ഷപ്പെട്ടതും അവർക്ക് വേണ്ടി ഒരു രക്ഷണ പദ്ധതിയൊക്കെ ഒരുക്കിയാണ് വന്നെങ്കിൽ പോലും കാലക്രമേണ ഇസ്രായേൽ മക്കൾ ദൈവത്തിൽ നിന്നും അകന്നകന്ന് പോകുന്നതായിട്ട് കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പഴയ നിയമത്തിന്റെ ഏടുകളെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ തേടിയുള്ള ദൈവത്തിന്റെ അന്വേഷണത്തിന്റെ ചരിത്രമാണ് വാസ്തവത്തിൽ പഴയ നിയമത്തിന്റെ ഏഴം നമുക്ക് പഠിക്കാൻ കഴിയും. ഒരുപക്ഷെ ജാതീയ രാജ്യങ്ങളെക്കുറിച്ചോ രാജാക്കന്മാരെക്കുറിച്ചും യുദ്ധങ്ങളെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും ആചാരത്തെക്കുറിച്ചും മതത്തെക്കുറിച്ചും അതുപോലെ യാഗത്തെക്കുറിച്ചും ആരാധന രീതിയെക്കുറിച്ചും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം ശരിയാണ്. പക്ഷേ ഒറ്റക്കാര്യം നമ്മൾ അതിനിടയിലൂടെ വായിച്ചാൽ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പരമപ്രധാന കാര്യം, എപ്പോഴൊക്കെ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നുവോ അവനെ ദൈവത്തോട് അടുപ്പിക്കുവാൻ വേണ്ടി ദൈവം ഓരോ സമയങ്ങളിൽ ഓരോരോ മുഖാന്തരങ്ങൾ, മാധ്യമങ്ങൾ അവന് വേണ്ടി ഒരുക്കി മുൻപോട്ട് കൊണ്ടുവരുന്ന ചരിത്രമാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് മനുഷ്യനും ദൈവത്തിനും മധ്യവർത്തിയായി മനുഷ്യന്റെ കാര്യങ്ങൾ ദൈവത്തോട് വിളിച്ചു പറയാൻ, ഒന്നുകൂടെ പറയുന്നു, മനുഷ്യനും ദൈവത്തിനും മധ്യവർത്തിയായി മനുഷ്യന്റെ കാര്യങ്ങൾ ദൈവത്തോട് വിളിച്ചു പറയുന്ന പുരോഹിതന്മാരും, മനുഷ്യനും ദൈവത്തിനും മധ്യവർത്തിയായി ദൈവത്തിന്റെ കാര്യങ്ങൾ മനുഷ്യനോട് സംവദിക്കുവാൻ വേണ്ടി പറയാൻ വേണ്ടി ദൈവം പ്രവാചകന്മാരെയും ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവത്തിന്റെ ആജ്ഞാനുസരണം നിർവഹിച്ചുകൊണ്ട് ജനത്തെ നീതിയോടുകൂടി നയിക്കാൻ വേണ്ടി രാജാക്കന്മാരെയും ന്യായാധിപന്മാരെയും ഒക്കെ ദൈവം സ്ഥാപിക്കാൻ ഇടയായി. സമാഗമന കൂടാതെ ഉണ്ടാക്കി, അല്ലെ, ദേവാലയങ്ങൾ പണിതു കൊടുത്തു. അന്ന് വേണ്ട എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇതിലൂടെ എല്ലാം നാം തിരിച്ചറിയേണ്ടത് ദൈവത്തിന്റെ രക്ഷണ പദ്ധതിയായിരുന്നു. പക്ഷേ ഈ മനുഷ്യൻ അഥവാ ഇസ്രായേൽ ജനം അകന്ന് പോകുന്ന കാഴ്ച കാണാം. അവസാനം കാലസമ്പൂർണതയിൽ തന്റെ മകനെ തന്നെ പറഞ്ഞു വിട്ടു, താൻ തന്നെ മനുഷ്യനായിട്ട് അവതരിച്ചു, രക്ഷകനായി അവതരിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. ശ്രദ്ധിക്കുക, അപ്പം ഈ ചരിത്രം മുൻപോട്ട് വെക്കുന്ന ഒരു സന്ദേഹമുണ്ട്. ഒന്നുകൂടി ഞാൻ പറയാം, ഇത്തരത്തിൽ അകന്നു പോകുന്ന ഇസ്രായേൽ ജനത്തിനു വേണ്ടി അവനെ അടുപ്പിക്കുവാൻ വേണ്ടി മുഖാന്തരം മീഡിയാസ് പലതും ഉണ്ടാക്കിയ ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്നും അകന്നു പോയതുപോലെ ഈ പുതിയ നിയമകാലത്ത് ക്രിസ്തു മുഖാന്തരം ഉണ്ടാകുന്ന രക്ഷ, ക്രിസ്തുവിൽ വിശ്വസിച്ച് നേടാൻ കഴിയുന്ന രക്ഷ സാന്ദർഭികവശാൽ പോലും, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ അനുകൂലമല്ലാതിരുന്നത് പോലും, അല്ലെങ്കിൽ അവസരം ലഭിക്കാതെ പോലും ഒരു ഇസ്രായേലിനും തൻ്റെ കുലത്തിൽപ്പെട്ട തൻ്റെ ജാതിയിൽപ്പെട്ട ഇസ്രായേൽ എന്ന് പറയുന്ന നാമധാരികൾക്ക് ഈ രക്ഷ അനുഭവിക്കാതിരിക്കാൻ പാടില്ല എന്നൊരു
ഒരു അദമ്യമായ ആഗ്രഹം ഉണ്ടായിരുന്ന പൗലോസ് തൻ്റെ ലേഖനങ്ങളിൽ അവരെ കൂടി പരാമർശിച്ച് അവരെയും കൂടി ഫോക്കസ് ചെയ്തു എന്നുള്ളതാണ് പരമാർത്ഥമായ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം കൂടി പറയാം. ദൈവം എന്ന് പറയുന്നത് സ്വന്തം അനുഭവത്തിലൂടെ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണെന്ന് തന്റെ ലേഖനത്തിലൂടെ താൻ പഠിപ്പിക്കാനിടയായി. ശ്രദ്ധിക്കുക, നമുക്കറിയാം റെവലേഷൻ ആൻഡ് വിഷൻ. എന്താണ് വിഷൻ ആൻഡ് റെവലേഷൻ? ദർശനവും വെളിപ്പാടും. നമുക്കൊക്കെ തെറ്റിപ്പോകുന്ന ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ചിന്തയാ ദർശനവും വെളിപ്പാടും. ദർശനം എന്താണ്? വെളിപ്പാട് എന്താണ്? ആദ്യം വെളിപ്പാട് പറയാം. വെളിപ്പാട് എന്ന് പറയുന്നത് എന്താ? എന്റെ ഭാഷ ഞാൻ ലോകത്തിന് നമ്മൾ സാധാരണ കേൾക്കുന്നതാണല്ലോ സാക്ഷിക്ക്. ഞാൻ കിടന്ന് ഉറങ്ങിയപ്പം 2 പാവയ്ക്ക ഒരെണ്ണം നന്നായി വിളഞ്ഞ് പാകമായി, ഒന്ന് പുഴുക്കൾ കുത്തി ഉണ്ടായപ്പോ തന്നെ മാടിക്കിടക്കുന്ന 2 പാവയ്ക്ക. എന്റെ അർത്ഥം ദൈവമക്കളെ എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. ഇതൊരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം ഞാൻ പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴൊക്കെ ഇത് കാണുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. ദൈവം പ്രാർത്ഥിക്കണം വെളിപ്പെട്ട് കിട്ടാൻ. ഇവിടെ പാവയ്ക്ക കാണുന്നത്. പിന്നെ 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ പറയും, അയ്യോ എനിക്കത് വെളിപ്പെട്ട് കിട്ടിയായിരുന്നു കയ്പിന്റെ അനുഭവം. ശനിയാഴ്ചയെല്ലാം ഞാൻ കടന്നുപോയി വല്ലാതൊരു അവസ്ഥയിലൂടെയായിരുന്നു കയ്പിന്റെ അനുഭവം. കയ്പിന്റെ അനുഭവം ഒന്നുമല്ല. പാവയ്ക്ക കണ്ടാൽ ഓർത്തോണം ഷുഗർ കൂടിയിട്ടുണ്ട്, പെട്ടെന്ന് പോയി ടെസ്റ്റ് ചെയ്യണം. 120, 110, 90-നും 110-നും ഇടയ്ക്ക് നിർത്തണം. ഇല്ല എങ്കിൽ പാവയ്ക്ക ജ്യൂസ് എന്ത് ചെയ്യണം? കുടിച്ചോണമെന്ന് കാണിക്കുന്ന അല്ലേ എന്റെ പൊന്നെ, അതല്ലേ? ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? ചെറുതായിട്ട് ഉദാഹരണം പറഞ്ഞാണ്, ശ്രദ്ധിച്ചു. ഞാൻ പറഞ്ഞത് നമ്മളുടെ ഉപബോധ മനസ്സിൽ നമ്മൾ ശേഖരിച്ച് വെച്ചിരിക്കുന്നത് ബോധ മനസ്സിലേക്ക് എത്തിച്ചേരുന്ന ഒരു പ്രക്രിയയാണോ വാസ്തവത്തിൽ ഈ വെളിപ്പാടെന്ന് പറയുന്നത്? നമ്മൾ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന, നമ്മൾ സ്വീകരിച്ചിട്ടുള്ള ചില ഇൻഫർമേഷൻ, ചില അറിവുകൾ പ്രകൃതിയിൽ നിന്നോ മറ്റവരിൽ നിന്നോ നമ്മുടെ കാഴ്ചയിലൂടെയോ കേൾവിയിലൂടെയോ വായനയിലൂടെയോ നമ്മൾ സ്വീകരിച്ചത് ഉപബോധ മനസ്സിൽ നമ്മൾ ശേഖരിച്ചു വെക്കുന്നത് അഗാധമായ നിദ്രയിൽ എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഉപബോധ മനസ്സിലേക്ക് എത്തിച്ചേരുന്ന ഒരു ബോധ്യമാണോ വാസ്തവത്തിൽ ഈ വെളിപ്പാടെന്ന് പറയുന്നത്? അല്ല, മറിച്ച് നമ്മളിൽ ഏകാഗ്രമായി ദൈവികമായ ചിന്തയും ലോകത്തിന്റെ സകല വാതിലുകളും കൊട്ടിയടക്കപ്പെട്ടിട്ട്, ഉദാഹരണം പറയാം, എലീശയുടെ അടുക്കൽ കടന്നു വന്നിട്ട് പ്രവാചകന്റെ ഭാര്യയും പിള്ളേരും എല്ലാം വന്ന് കടക്കാർ പിടിച്ചുകൊണ്ട് പോകുന്നു ചോദിച്ചപ്പം പുള്ളിക്കാരൻ പറഞ്ഞു കൊടുത്തത് ഈ എണ്ണ ഉണ്ടാക്കോ, വെറും പാത്രം ഒന്നും ഉണ്ടായിരിക്കരുത്, അയൽവക്കത്തെ വീട്ടിൽ നിന്ന് പാത്രം വാങ്ങിച്ചു, എന്നിട്ട് വീടിന്റെ കഥകളെല്ലാം എന്ത് ചെയ്യണം ഇട്ടിട്ട് അതിലേക്ക് പകരാൻ പറഞ്ഞു. ഈ ഉപവാസം എന്ന വാക്കിന് സ്യൂം എന്നൊരു മൂലപദമുണ്ട്. സ്യൂം, സ്യൂം. അതിന്റെ അർത്ഥം ടു ഷട്ട് ദ മൗത്ത് എന്ന്. ടു ഷട്ട് ദ മൗത്ത്, വാ അടക്കുക എന്ന്. അതാണ് ശരിയായ ഉപവാസം. ഉപവാസത്തിന്റെ ഒരു ഗ്രീക്ക് പദമാണ് സ്യൂം. സ്യൂം എന്ന് പറഞ്ഞാൽ ടു ഷട്ട് ദ മൗത്ത്. പുറം ലോകത്തേക്കുള്ള എല്ലാ വാതായനങ്ങളും കൊട്ടിയടച്ചിട്ട് ഹൃദയം ദൈവസന്നിധിയിൽ പകരുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ 2 പേപ്പറിന്റെ മധ്യത്തിലേക്ക് പശ തയ്ച്ചിട്ട് ഈ പേപ്പറുകൾ തമ്മിൽ ഒട്ടിച്ച് അല്പനിമിഷം കഴിയുമ്പോൾ വേർപെടുത്താനുള്ള ശ്രമം നടത്തിയാൽ ഏതിനെങ്കിലും ഒന്നിന് കഴിയാതെ വരികയും ഒന്നിന് എന്ത് ചെയ്യും, ഈ വംശനാശം സംഭവിക്കാന്ന് പറയും, അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷം, വേർപെടുത്താൻ കഴിയാതിരിക്കുന്ന ഒരവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നിൽ ജലത്തിലേക്ക് ഉപ്പോ പഞ്ചസാരയോ ഇട്ട ശേഷം നന്നായി ലയിപ്പിക്കുന്നത് പോലെ ലയിച്ചു ചേരുന്ന അവസരം എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങൾക്കും എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള ദൈവത്തിന്റെ കാര്യപരിപാടി കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ആ ബോധ്യപ്പെടുത്തലാണ് വാസ്തവത്തിലെ റെവലേഷൻ എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും ലഭിക്കണമെന്നില്ല. നമുക്ക് ലഭിക്കും. എങ്ങനെ? നമ്മൾ വായിക്കുന്ന ബൈബിൾ വായിക്കുമ്പോഴോ അല്ലെങ്കിൽ വചനം കേൾക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ചില ബോധ്യങ്ങളുണ്ട്. നമ്മൾ ഇതുവരെ സ്വീകരിക്കാത്ത തരത്തിൽ നമ്മളെ നയിക്കുന്ന, നമ്മളിലേക്ക് എത്തിച്ചേരുന്ന ചില സന്ദേശങ്ങളുണ്ട്.
ആ സന്ദേശങ്ങളെ വാസ്തവത്തിൽ ഒരു ദൈവികമായ സത്തയായി നമ്മൾ എപ്പോൾ സ്വീകരിക്കുമോ ആ സ്വീകരിക്കുന്ന അറിവായി ദൈവിക സത്തയായുള്ള അറിവാണ് വാസ്തവത്തിൽ വെളിപ്പാട് എന്ന് പറയുന്നത്. വെളിപ്പാട് ഇന്നലകളെ കുറിച്ചും ഇന്നുകളെ കുറിച്ചും നാളുകളെ കുറിച്ചും ഒക്കെ നമുക്ക് ലഭ്യമാകുന്ന ബോധ്യങ്ങളാണ്. എങ്ങനെ? നീതിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തും, നമ്മുടെ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തും. ഞാനെന്ന വ്യക്തിയെ സമ്പൂർണമായി മാറ്റപ്പെടുത്താൻ, രൂപാന്തരത്തിന് മുഖാന്തരമാകാൻ വേണ്ടിയുള്ള ചില അടയാളപ്പെടുത്തലുകൾ നമ്മൾ നടത്തുന്നു. അതാണ് വാസ്തവത്തിൽ വെളിപ്പാടെന്ന് പറയും. ഇനി ദർശനം എന്താ? അത് വാസ്തവത്തിൽ ഒറ്റ വാക്കിൽ പറഞ്ഞ കാഴ്ചപ്പാട്. കാഴ്ചപ്പാട്, നമ്മുടെ ചിന്താഗതി, നമ്മുടെ ആശയങ്ങൾ, നമുക്ക് ലഭിക്കുന്ന പ്രകാശനം, അതാണ് ഇലുമിനേഷൻ. അതാണ് ശരിക്കും ഈ ദർശനം എന്ന വാക്കിന് ആപ്റ്റായിട്ടുള്ളൊരു വാക്ക്. നമുക്ക് ലഭിക്കുന്ന പ്രകാശനം. ആ പ്രകാശനമാണല്ലോ വാസ്തവത്തിൽ നമ്മൾ അറിഞ്ഞോ നമ്മൾ കേൾക്കുകയോ ചെയ്ത സമയത്ത് നമ്മളിലേക്ക് പകരപ്പെട്ട ഒരു പ്രകാശനം, നമുക്കുണ്ടായ ഒരു പ്രകാശനമാണ് പിന്നീട് നമ്മൾ ഈ വഴിയിലേക്ക് സഞ്ചരിക്കാൻ ഇടയായത്. അഥവാ സഞ്ചരിച്ചു വന്ന വഴിയിൽ നിന്നും വ്യതിചലിച്ച് മറ്റൊരു പാതയിലേക്കുള്ള ഒരു ഡീവിയേഷൻ, ഒരു വ്യതിചലനം ഉണ്ടായത് നമുക്കുണ്ടായ ഈ പ്രകാശനമാണ്. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ പ്രകാശനമാണ്. പ്രകാശനം എന്ന് പറഞ്ഞാൽ, ദർശനം എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ചില ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രകാശനം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദൈവം എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ, ഞാൻ ഇന്ന് വരെയും എൻ്റെ ദൈവത്തെ അല്ലെങ്കിൽ ക്രിസ്തുവിനെ എൻ്റെ ഈ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് നന്നായി എൻ്റെ ക്രിസ്തുവിനെ അറിയാൻ കഴിയും, എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റും. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഞാൻ ആ കണ്ടിട്ടുള്ളത് ഞങ്ങളുടെ കോട്ടയത്ത് നർമ്മദ അവിടുന്ന് പോയി തുണിയെടുത്തപ്പോൾ, അല്ലെങ്കിൽ ശീമാട്ടിൽ നിന്ന് തുണിയെടുത്തപ്പം അവർ തന്ന കലണ്ടറിനകത്ത് യേശു ക്രിസ്തുവിന്റെ പടം ഉണ്ടായിരുന്നു. ആ പടം കൊണ്ട് ഞാൻ ഭിത്തിയെ തൂക്കുകയും ഫാനിട്ടപ്പോൾ ഈ കലണ്ടർ നേരെ ഇങ്ങോട്ട് പോവുകയും കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് പോവുകയും ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടി കളിക്കുന്ന ഒരു യേശു. വാസ്തവത്തിൽ ആ യേശു ആണോ നമ്മുടെ യേശു? അല്ല. നമുക്ക് അങ്ങനത്തെ ഒരു വിശ്വാസവും ഇല്ല, അല്ലേ? അതുകൊണ്ട് എന്നോട് എനിക്ക് ഇന്നാള് കുറെ കലണ്ടർ എടുത്തെന്ന് പറഞ്ഞു. സാറേ, ഈ കലണ്ടർ ഏത് കലണ്ടർ എടുത്തത്? എല്ലാം ദൈവങ്ങളാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതൊന്നും എനിക്ക് വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു കൊടുത്തു. യേശു ക്രിസ്തുവിന്റെ കലണ്ടർ പോലും ഞാൻ തിരിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞത്, നമ്മൾ ആരും കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, പക്ഷെ നമുക്കെല്ലാം നല്ലപോലെ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അറിയാൻ പറ്റുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. ശ്രദ്ധിച്ച പ്രിയമുള്ളവർ, അതൊക്കെ നമ്മുടെ സ്വന്തം ജീവിത അനുഭവങ്ങളാണ്. മനസ്സിലായോ? നിങ്ങൾ ഈ ഊതി വീഴ്ത്തോ അല്ലെങ്കിൽ തള്ളി വീഴ്ത്തോ അനുഭവിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഞാൻ തലേ കൈ വെച്ചപ്പോൾ നമ്മൾ മറിഞ്ഞ് വീണ് ഇങ്ങനെ കിടന്ന് പുറകോട്ട് മറിയോ താഴോട്ട് മറിയോ ചെരിഞ്ഞ് മറിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ആരെങ്കിലും? ആർക്കെങ്കിലും അങ്ങനെ അനുഭവം ഉണ്ടോ? ഉണ്ടായിട്ടുണ്ടോ? അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഏതായാലും അങ്ങനെയുള്ള അനുഭവമുള്ള ആരെങ്കിലും ഉണ്ടോ? ഞങ്ങള് അവിടെ ഈ വടോദരയുള്ള ഒരു സെമിനാരിയിൽ പഠിപ്പിക്കുമ്പോൾ ഒരു സായിപ്പ് വന്ന് യോഗം നടത്തി. അന്ന് അധ്യാപകർ ഞങ്ങളെല്ലാവരും കൂടി പാട്ട് പാടുന്നു, എല്ലാവരും ശുശ്രൂഷിക്കുന്നു, എല്ലാവരും വിളമ്പുന്നു, എല്ലാ ഡ്യൂട്ടി എല്ലാവരും ചെയ്യുക, എല്ലാവരും അധ്യാപകർ ഒന്നിച്ച് ചെയ്യുന്നു. അപ്പം അദ്ദേഹത്തിന് പ്രത്യേക ശുശ്രൂഷയുണ്ട്. ഈ ഊതി വീഴ്ത്തുന്നു. അദ്ദേഹം വരുന്ന കൈ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ആൾക്കാർ ഇങ്ങനെ വീഴുന്നു. അവര് പിന്നെ കുറെ നേരം കിടക്കുന്നു, ഒരു കാഴ്ചകൾ കാണുന്നു എന്നൊക്കെ പറഞ്ഞ് എഴുന്നേൽക്കുന്നു, സാക്ഷി പറയുന്നു. അപ്പം അവിടെയുള്ള അധ്യാപകരായ 5-8 പേര് ഞങ്ങൾ ഇന്ന് പാട്ട് പാടുന്നു. ഞങ്ങളെല്ലാം അന്ന് ആദ്യത്തെ ദിവസം ഭയങ്കര വിമർശനം നടത്തി. ഈ ആന്റിയെ വിളിച്ച്, അപ്പത്തെ അച്ഛനെ വിളിച്ച് പറഞ്ഞു, അച്ഛാ അത് ശരിയല്ലെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും. ഒരു സാറും കണ്ടമാനങ്ങ് അച്ഛനോട് ചൂടായി, ഇതിന്റെ പ്രിൻസിപ്പളിന് ചൂടായി. അദ്ദേഹം പിറ്റേ ദിവസം രാവിലത്തെ യോഗത്തിന് ആദ്യം വീണത് പുള്ളിയാണ്. പുള്ളി അടുക്കോട്ട് കൈ വന്നുകൊണ്ട് പുള്ളി അലച്ചു കിട്ടും. ഞങ്ങളിങ്ങനെ പാട്ടുപാടി ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം വന്ന് ഞങ്ങളുടെ അടുത്തൂടെ വന്ന് ഇങ്ങനെ ഇൻ ദ നെയിം ഓഫ് ജീസസ് റിസീവ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചത് വിട്ട് ഞാൻ പടക്കമെന്ന് താഴോട്ട് പോയി. ഒരു 3 മണിക്കൂർ ഇങ്ങനെ കിടന്നു. 3 മണിക്കൂർ അവിടെ വേറെ തലേ കൈവച്ചില്ല കേട്ടോ. അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചിങ്ങൊന്നതേ ഉള്ളൂ. ചുരുക്കം പറഞ്ഞാൽ ആ വീഴ്ചയിൽ, ആ കിടപ്പിൽ എനിക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റി. അപ്പൊ നിങ്ങൾ ചോദിക്കും, വീണെങ്കിലേ കാഴ്ച കാണാൻ പറ്റുള്ളൂ. അതല്ല. അപ്പൊ നമ്മൾ എന്ന് പറയുന്ന വ്യക്തിയെ പോലും നമ്മൾ മറന്നു. നമ്മളൊരു ശൂന്യാവസ്ഥയിൽ, ഭാരമില്ലാത്ത അവസ്ഥയാകുക, നമ്മളെ മറക്കുക. നമ്മളെന്ന് പറഞ്ഞ വ്യക്തിയെ പോലും, നമ്മൾ എവിടെയാണെന്ന് പോലും നമ്മൾ എന്ത് ചെയ്യുക, മറന്നിട്ട് നമ്മൾ ദൈവമായുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നൊരു നിമിഷം. അവിടെയാണ് നമുക്ക് ഒരുപാട് കാഴ്ചകളും ഒരുപാട് അനുഭവങ്ങളും ഉണ്ടാകുക. ഞാൻ പറഞ്ഞു വന്നത് അത് ഇത്രയേ ഉള്ളൂ. നമ്മൾ നമുക്കൊക്കെ എപ്പോഴും ഉണ്ടാകാൻ സാധ്യതയുണ്ട്, എപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ചില സന്ദർഭങ്ങളിൽ, ചില ആരാധനയിൽ, ചില ബൈബിൾ ധ്യാനത്തിൽ, ചില പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ ഒക്കെ നമ്മളിലേക്ക് എത്തിച്ചേരും, നമ്മളിലേക്ക് കടന്നു വരുന്ന ഒരു അനുഭവമാണ് ഈ റെവലേഷൻസ്, ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ. അപ്പൊ ഞാൻ
ഇത്രയും നേരം ഞാൻ പറഞ്ഞതിന്റെ ആശയം ഇത്രയേ ഉള്ളൂ. ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്നും തിരിച്ചറിയാൻ കഴിയണം വാസ്തവത്തിൽ ദൈവം ആരാണെന്ന്. നമ്മൾ എത്ര തത്വങ്ങൾ പഠിക്കും, ഇതെല്ലാം നമുക്ക് ലഭിക്കുന്ന ഇൻഫർമേഷൻസ് ആണ്. ബൈബിൾ നമുക്ക് നൽകുന്ന ഇൻഫർമേഷൻസ് ആണ്, അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങൾ നമുക്ക് നൽകുന്ന ഇൻഫർമേഷൻസ് ആണ്. സത്യം എന്ന് പറയുന്നത് നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. ബൈബിളിലെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രകാശനം അതൊരു ബോധ്യപ്പെടുത്തലാണ്. ഈ ബോധ്യപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിൽ രൂപപ്പെട്ടു വരേണ്ട ഒരു സ്വഭാവ വൈശിഷ്ട്യമാണ് വാസ്തവത്തിൽ ദൈവം. അതിൻ്റെ ആകെ തുകയാണ്, ആ പ്രഖ്യാപനമാണ് വാസ്തവത്തിൽ ദൈവം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളുമൊക്കെ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നത് വ്യത്യസ്തമായ നിലയാണ് ദൈവം എന്ന് പറഞ്ഞ ഈ സംജ്ഞയെ, ഈ സനാതനമായ ഈ അവസ്ഥാവിശേഷത്തെ, ആരാലും ഉണ്ടാകപ്പെടാത്ത സ്വയംഭൂവായ ഈ സൃഷ്ടാവായ സർവത്തിൻ്റെയും പരമാധികാരിയായ ദയാലുവായ അല്ലെങ്കിൽ സർവാധികാരിയായ ദൈവത്തെ നമ്മൾ അറിഞ്ഞത് ഈ ഇൻഫർമേഷൻ നിന്ന് ലഭിക്കുന്നതിൽ നിന്നും നമ്മൾ ഈ സത്തൂറ്റിയെടുക്കുന്ന അല്ലെങ്കിൽ അരിച്ചെടുക്കുന്ന ഒരു സത്തുണ്ടല്ലോ, അതാണ് വാസ്തവത്തിൽ നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. അപ്പം അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ദൈവം ആരാണെന്ന് പൗലോസ് പറയുന്ന ഒരുപാട് വാക്യങ്ങൾ നമുക്ക് ലേഖനങ്ങളിൽ കാണാൻ കഴിയും. അത് നോട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ പഴയ നിയമത്തിന്റെ കാലങ്ങളിൽ ദൈവത്തെ യേശുക്രിസ്തുവിനെ പിതാവ് അംഗീകരിച്ച് അബ്ബ എന്ന് അഭിസംബോധന ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. ഒപ്പം തന്നെ തന്റെ ലേഖനങ്ങളിൽ കൃപയും സമാധാനവും നിങ്ങൾക്കുണ്ടാകട്ടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ എന്നുള്ള ആ സമാധാന വാക്യങ്ങൾ, ഗ്രീറ്റിംഗ്സ്, റോമാലേഖനം 1:4 വാക്യം നമുക്ക് കാണാൻ കഴിയും. ചുരുക്കം പറഞ്ഞാൽ പൗലോസ് മുൻപോട്ട് വെക്കുന്ന തന്റെ ദൈവത്തെക്കുറിച്ചുള്ള ആശയങ്ങളും ചിന്തകളും ഒക്കെ താൻ പഠിക്കുകയും അറിയുകയും ചെയ്ത ചിന്താഗതിയിൽ നിന്നൊക്കെ ഏറെ വിഭിന്നമാണ്, വ്യത്യസ്തമാണ് തന്റെ അനുഭവങ്ങളിലൂടെ പരിചയപ്പെടുത്തുന്ന യേശു. എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. കറണ്ട് അടിച്ച് ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഈ സൂമിലുണ്ടോ കറണ്ട് അടിച്ചിട്ടുള്ള ആളുകൾ? കറണ്ട് അടിച്ച ഉണ്ട്. ഈ കറണ്ട് അടിക്കുമ്പം നമ്മൾ ഇങ്ങനെ തേച്ചോണ്ടിരിക്കുമ്പോൾ കറണ്ട് അടിക്കും. നമ്മൾ കറണ്ടോട് പറയുക, ഞാൻ 90 ഡിഗ്രി ചെരിഞ്ഞ് തൊട്ടപ്പുറം കിടക്കുന്ന ബെഡിലേക്ക് പോയി വീഴണം, അങ്ങനെ കറണ്ട് അടിക്കാവൂ എന്ന് നമുക്ക് കൃത്യമായിട്ട് കറണ്ടോട് പറയാൻ പറ്റുമോ? ഇല്ല. പോട്ടെ, നമ്മളെല്ലാം നമുക്ക് അനുഭവിച്ചുള്ള ആളുകളാണല്ലോ. ഈ വെള്ളം പൊങ്ങിയപ്പം അല്ലേ, 18 വെള്ളം പൊക്കം, അല്ലെങ്കിൽ ഇപ്പം വെള്ളം പൊങ്ങുമ്പം വെള്ളം ഇങ്ങോട്ട് ഒഴുകി വന്നാൽ എതുവഴിയാ വെള്ളം പോകുന്നു നമുക്കറിയാവോ? നമുക്കറിയില്ല അല്ലേ. എതുവഴിയും വെള്ളത്തിന് പോകാം. പക്ഷെ നമ്മുടെ എല്ലാം പ്രശ്നം, നമ്മൾ നമ്മുടെ മാർബിൾ തറയിലേക്ക്, നമ്മുടെ വെട്രിഫൈൽ ടൈലിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുന്നു. ആ വെള്ളം എങ്ങോട്ട് പോകണം എന്നറിയാതെ ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥയുണ്ട് അല്ലേ, അല്ലേ? ഇങ്ങനെ ഇല്ലേ, ഇങ്ങനെ ഡാൻസ് കളിക്കുമ്പം നമ്മൾ എന്ത് ചെയ്യും? കുഞ്ഞു പണ്ടം ഇപ്പം നമ്മൾ വലുതായപ്പോഴും ചെറുപ്പത്തിലൊക്കെ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ ചെന്നിട്ട് ഒരു വര വരയ്ക്കും. ആ വര വഴി വെള്ളം വന്ന് ചുരുക്കി ചിലപ്പോൾ നമ്മുടെ പേരായിരിക്കും, ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫോട്ടോ ആയിരിക്കും വരയ്ക്കുന്നത്. നമ്മളിങ്ങനെ വരയ്ക്കുന്ന വരയിൽ എന്ത് ചെയ്യും? വെള്ളം പോകും. ഞാൻ ചോദിക്കട്ടെ, വെള്ളത്തിന് ആ ഒരു സ്വഭാവം ഉള്ളോ? നമ്മൾ വരയ്ക്കുന്ന വരയിലൂടെ ഒഴുകുന്ന ഒരു സ്വഭാവം വെള്ളത്തിനുള്ളോ? അല്ല. ഓക്കെ, ശരി, അല്ല. പിന്നെ അത് വെള്ളത്തിന് വേറെ സ്വഭാവം ഉണ്ടെന്ന് എന്ത് ചെയ്യാ നമ്മൾ പഠിക്കണം അല്ലേ? എന്തെല്ലാം സ്വഭാവമുണ്ട് വെള്ളത്തിനുണ്ട്, എന്തെല്ലാം ഗുണങ്ങളുണ്ട്, എന്നെല്ലാം നമ്മളിപ്പോൾ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഈ കറണ്ട്, നമ്മൾ കറണ്ട് ഉൾപ്പെടെ എന്തെല്ലാം സൗകര്യം ഈ വെള്ളം നമുക്ക് നൽകുന്നുണ്ട്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? നമ്മൾ വരയ്ക്കുന്ന നമ്മുടെ കുഞ്ഞു വിരലുകൊണ്ട് വരയ്ക്കുന്ന വരയിലൂടെ നമുക്ക് ചലിപ്പിക്കാൻ കഴിയുന്ന ഒരു സത്തയാണ് ദൈവമെന്നുള്ള ചിന്ത മാറ്റി വെക്കണം. മനസ്സിലായോ? നമ്മുടെ ആശയങ്ങൾ നല്ലതാണ്. നമുക്ക് ലഭിക്കുന്ന ഇൻഫർമേഷനിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനമുണ്ട് നമ്മുടെ ദൈവത്തെക്കുറിച്ച്. അത് സ്വന്തം ജീവിതത്തിലൂടെ ആയിരിക്കണം. ഒരു കഥ പറഞ്ഞ് അവസാനിപ്പിക്കാം കേട്ടോ. ഒരു സ്ത്രീ, ഒരു ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുമ്പോൾ അവരുടെ വീട്ടിൽ പിള്ളേരില്ല, ഒരു പട്ടി, ഒരു നായുണ്ട്. ഈ നായയെ വെളിയിലിട്ട് അദ്ദേഹം പോകുമ്പോൾ ഗേറ്റ് പൂട്ടിയിട്ട് നായ തുറന്നു വിടും. ഭാര്യ അടുക്കള വാതിലും പൂട്ടും, ഫ്രണ്ടിലത്തെ വാതിലും പൂട്ടും. പകൽ മുഴുവൻ ഈ നായ ഈ വീടിന്റെ ചുറ്റും നടന്ന് ഈ വീട്ടുടമസ്ഥയ്ക്ക് കാവലായിട്ട് നിൽക്കും. ഭർത്താവ് വരും,
ഗേറ്റ് തുറക്കും, ഹോളിംഗ് ബെല്ലടിക്കും, കഥ തുറക്കും, നായയും ഒപ്പം തന്നെ ഭർത്താവ് വീട്ടിലേക്ക് വരും. ഒരു ദിവസം ഇതുപോലെ തന്നെ വൈകുന്നേരം ഒന്ന് ഈ ഭർത്താവ് വന്ന് ബെല്ലടിച്ചു. ബെല്ലടിച്ച് ഉടനെ ആ പകല് മുഴുവൻ തന്നെ സംരക്ഷിച്ച് തനിക്ക് കാവലാൻ നിന്ന ഈ നായ ഈ പട്ടി ഭയങ്കര കൊര അടുക്കള വാതിക്കൽ. താൻ അടുക്കള ചെന്നിട്ട് താൻ ചിന്തിച്ചു, എന്നാ ഒരു കാര്യം ചെയ്യേ, പട്ടി ഇപ്പം ഭയങ്കര ബഹളമല്ലേ, ഈ അടുക്കള ഭാഗത്ത് തുറന്നാൽ പട്ടിയുടെ കുറേ നിർത്തും, അതോട്ട് കയറി ശാന്തമായിട്ട് കയറിക്കുള്ളൂ എന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയപ്പം ഭർത്താവ് ദേഷ്യപ്പെട്ടെന്ത് വീണ്ടും വീണ്ടും കോളിംഗ് ബെല്ല് അടിക്കാൻ തുടങ്ങി. ആ സമയത്ത് താൻ ചിന്തിച്ചെന്നാ ഈ ശാന്തമായി നിൽക്കുന്ന ഭർത്താവിനെ ദേഷ്യം പിടിപ്പിക്കണ്ട, എന്നെ അങ്ങോട്ട് ചെല്ലാന്ന് പറഞ്ഞ് പട്ടി കടന്ന് ഭയങ്കര കുര. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിണ്ടാതെ ശാന്തമായി നിൽക്കുന്ന ഭർത്താവിന് വേണ്ടി വാതിൽ തുറന്നാൽ ശാന്തമായി നിൽക്കുന്ന ഭർത്താവ് വീട്ടിനകത്ത് കയറി എന്ത് ചെയ്യും? കുര തുടങ്ങും. ഇനി വെളിയിൽ കുറച്ചുകൊണ്ട് നിൽക്കുന്ന പട്ടിക്ക് വേണ്ടി അടുക്കള വാതിൽ തുറന്നാൽ പട്ടി എന്ത് ചെയ്യും? കുര നിർത്തി അകത്ത് കയറും. ഞാൻ ചോദിക്കട്ടെ, ഈ സ്നേഹമുള്ള ഭാര്യ ആർക്ക് വേണ്ടി കഥ തുറക്കും? നിങ്ങൾ അങ്ങ് വിശ്വസിച്ചു. ഓക്കെ, നിങ്ങൾ അതിന് ഉത്തരം കണ്ടെത്തിയാൽ ഞാൻ പറഞ്ഞ ആശ ഇത്രയേ ഉള്ളൂ. നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രഖ്യാപനങ്ങൾ നമ്മൾ നടത്തുന്ന പ്രഖ്യാപനങ്ങൾ, നമ്മൾ പരിചയപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നമ്മൾ അറിയുന്നത് കൃത്യമായി എന്താണെന്നുള്ള ഒരു അറിവ് നമുക്കുണ്ടാകും. അതൊന്ന് പറയാൻ വേണ്ടിയാട്ടോ. എന്ന് പറഞ്ഞാൽ പല കോലാഹലങ്ങളും നമ്മൾ നിശ്ചയിക്കുന്നത് ഇതാണ് ശരിയെന്നും, പല മൗനതകളും നിശബ്ദതകളും ഇത് ശരികേടാണെന്ന് നമ്മൾ പലപ്പോഴും ഒരു ചിന്ത നമ്മളിൽ ഭരിക്കുന്നത് കൊണ്ട് പലപ്പോഴും കൃത്യമായിട്ട് ഏതാണ് യാഥാർത്ഥ്യം എന്നത് അറിയാൻ പാടില്ലാത്തൊരവസ്ഥയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായി ചിന്തിക്കുക, ആർക്ക് വേണ്ടി ഈ കാലഘട്ടങ്ങളിൽ ഈ ദിവസങ്ങളിൽ വാതിൽ തുറക്കണമെന്ന്. നിങ്ങൾക്ക് ശരി ഉത്തരമാണ് നിങ്ങൾ പറഞ്ഞെങ്കിലും നിങ്ങൾ ഒരു ചെറിയ ചിന്ത വെക്കുന്നത് നല്ലതാണ്. ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുന്നു. അടുത്ത ആഴ്ചയിൽ നമ്മൾ യേശുക്രിസ്തു അഥവാ ക്രിസ്റ്റോളജിയാണ് നമ്മൾ പഠിക്കുന്നത്. ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. നോട്ട് രാവിലെ നിങ്ങൾക്ക് വേണ്ടി ഇടുന്നതായിരിക്കും. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവം സഹായിക്കട്ടെ. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ ദിവസങ്ങളിൽ നമ്മുടെ അറ്റൻഡൻസ് ഒക്കെ കുറയുന്നുണ്ട്. നിങ്ങൾ ദയവായിട്ട് ദൈവവചനം പഠിക്കുന്ന മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കണം. എല്ലാവരും ജോയിൻ ചെയ്യണം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്ന് ഒത്തിരി ഡിസ്റ്റർബൻസ് ഉണ്ടായി. ഇന്ന് ഞാനും ഹോസ്റ്റ് അല്ല, കോ ഹോസ്റ്റ് ഒന്നും അല്ലാഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കുന്നതാണ്. എന്നാൽ ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി ഞാനും ഇന്ന് തിരക്കായിപ്പോയി. എന്നാൽ നിങ്ങൾ അത് ശ്രദ്ധിക്കുക, ജോയിൻ ചെയ്യുമ്പോഴൊക്കെ. ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ പിരിയാം. പ്രൈസ് ദി ലോർഡ്. അവസാനമായി കർത്താവിന്റെ ദാസൻ പ്രിയ ലൂക്കോസ് കറിയ പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ ദാസൻ ഷാജി കെ ഡാനിയൽ ആശീർവാദം പറയുകയും ചെയ്യും. ബ്രദർ ലൂക്കോസ്, പ്ലീസ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കരുണാസമ്പന്നമായ സ്തുതി നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ രാത്രിക്കായി വീണ്ടും നന്ദിയോടെ സ്തോത്രം സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം കൂടെ തിരുമനസ്സിനെ ഒരുമിച്ച് കൂടുവാനും അടുത്ത മാറ്റമില്ലാത്ത വചനം പഠിപ്പാനും അടികളെ സഹായിച്ച വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കടന്നു വന്ന് പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരെയും നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി നിങ്ങളുടെ സ്തോത്രം. പഠിപ്പിച്ച അധ്യാപകനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ ബലപ്പെടുത്തുമാറാകണം. അതുപോലെ ഇതിന്റെ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകരെയും അഡ്മിന്മാരെയും അതിന്റെ നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസനെ വിലയേറിയ ദാസനെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടികളെ വചനം പഠിപ്പിക്കുന്ന മറ്റു ദൈവദാസന്മാരെല്ലാം നിങ്ങളുടെ കരയിൽ സമർപ്പിക്കുന്നു. വരും ദിവസങ്ങളിൽ വളരെ ശക്തമായ വചനം പഠിപ്പിക്കാൻ അവരെ ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന വചനങ്ങളിൽ ജീവിതത്തിൽ പതിയുവാനും ഹല്ലേലൂയ ദൈവരാജ്യത്തിൽ ഉതകുന്നവരായി തീരുവാനും അടികളെ യോഗ്യരാക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി സമ്പൂർണ്ണമായ അടികളെ കൂടുതൽ താഴ്ത്തുന്നു. അടുത്ത ദിവസം കൂടി വരുന്നവരെ അവിടുത്തെ ഭദ്രമേറി ചിറങ്ങുന്ന മറുപടികളെ മറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടികളെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. എടുക്കായി ജീവൻ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് കടന്നു വന്ന് വചനം പഠിച്ച എല്ലാ ദൈവമക്കളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. വചനം പഠിപ്പിച്ച കർത്താവിന്റെ ദാസൻ ഷാജൻ പാറക്കടവിനുള്ള നന്ദിയെയും സ്നേഹത്തെയും അറിയിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ലാലി പറഞ്ഞതുപോലെ നമ്മുടെ അറ്റൻഡൻസ് കുറയുന്നുണ്ട്. അത് നമ്മളെല്ലാം ശ്രദ്ധിച്ച് മറ്റുള്ളവരെ എൻകറേജ് ചെയ്ത് ഇത് കയറ്റുവാൻ ശ്രമിക്കണം എന്ന് പ്രത്യേകം അപേക്ഷിക്കുന്നു.
നമുക്ക് ഇന്ന് രാത്രികാലം പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ കടന്നു പോകാം. നമ്മുടെ കണ്ണടയ്ക്കാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗം കൂട്ടായ്മയും കാവലും ഇന്ന് വചനം പഠിപ്പിച്ച കർത്താവിന്റെ ദാസനോടും പഠിച്ച എല്ലാ ദൈവമക്കളോടും ഇന്ന് കൂടി വന്ന എല്ലാവരോടും കൂടെ നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടുകൂടെയും ഇന്നു മുതൽ എന്നേക്കും കർത്താവിന്റെ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തയേശുവോട് ഞങ്ങളുടെ കർത്താവിനെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ദൈവമേ. God bless you. Have a blessed night. എല്ലാവർക്കും നന്ദി. നാളെ വൈകിട്ട് കർത്താവിന്റെ ദാസൻ ഡോക്ടർ ജോർജ് വർഗീസ് ക്ലാസ് എടുക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും സമയത്ത് തന്നെ ജോയിൻ ചെയ്യുക, മറ്റുള്ളവരെയും ഉത്സാഹിപ്പിക്കുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു.